വല്ലാത്തൊരിഷ്ടം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ജോ, നീയൊന്നും പറഞ്ഞില്ലാലോ? റോയ് വീണ്ടും ചോദിക്കുന്നു. അവൻ അപ്പോഴും എന്തുത്തരം പറയണമെന്നറിയാത്തൊരു ആശങ്കയിലാണ്. അത് അവൾക്കും അറിയാം. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് റോയ് അവനെ വിളിക്കുന്നതും സംസാരിക്കുന്നു. അതിനു മുന്നേ എത്രയോ അടുപ്പമുള്ളവർ ഇന്നിപ്പോൾ ഏറെ അടുത്തറിയാവുന്ന അപരിചിതരെ പോലെ. നിനക്ക് ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടായ ജോ? ഇപ്രാവശ്യം റോയിയുടെ ശബ്ദത്തിന് ഒരു വല്ലായ്മയുണ്ട്. തന്റെ മൗനം അവൾ എങ്ങനെയാവും അടയാളപ്പെടുത്തിയതെന്നൊരു വെപ്രാളമാണ് അവനപ്പോൾ തോന്നിയത്. ഏയ് ഇല്ല റോയ, എനിക്കെന്താ പറയേണ്ടെന്നറിയാതെ. അവന് വീണ്ടും ഒരു ആശയക്കുഴപ്പം അനുഭവപ്പെട്ടു. പെട്ടെന്ന് പറയേണ്ട ജോ, നാളെ രാവിലെ ഞാൻ ഒന്നുകൂടെ വിളിക്കാം. അപ്പൊ പറഞ്ഞാൽ മതി നീ നിന്റെ തീരുമാനം. അവളുടെ ആ വാക്കുകൾ അവനൊരു ആശ്വാസം തോന്നിയപ്പോൾ ഓക്കെ ജോ, ഞാൻ വെക്കുവാണെങ്കിൽ രാവിലെ വിളിക്കാം. ജോ പോസിറ്റീവായിട്ട് തീരുമാനം പറയണം തന്നെയാണ് എനിക്ക്. കാരണം ഇനി അതുപോലെ ആവശ്യമായിട്ട് ഞാൻ വരില്ല. അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും അപ്പോഴും അവനൊരു മറുപടിയും പറയാൻ പറ്റിയില്ല. വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിച്ചിട്ടും ജോ ആ ഞെട്ടിൽ നിന്നും വിട്ടുപോകുന്നതുമില്ല. റോയ തോമസ് ജോമോൻ ജോസഫിന്റെ സൗഹൃദം. അല്ല, അവൾക്ക് പോലും അറിയാതെ പോയ അവന്റെ ആദ്യ പ്രണയം. സ്വന്തമാക്കാനോ മറന്നു കളയാനോ കഴിയാതെ പോയ അവന്റെ ഏറ്റവും വലിയൊരു നിസ്സായത കൂടി അവളാണ്. കൂട്ടുകാരൻ അൻവറിന്റെ പെങ്ങളുടെ കല്യാണ സൽക്കാരത്തിനിടെ കൂട്ടുകാർക്കൊപ്പം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഫോണിൽ വന്ന ആ കോൾ. പക്ഷെ അപ്പോഴും ഒരിക്കലും കരുതിയില്ല അതിനറ്റത്തുള്ളത് ഒരു കാലത്ത് ജോമോന്റെ ഹൃദയതാളം പോലെ അവൻ കൊണ്ടു നടന്നിരുന്ന റോയായിരിക്കുമെന്ന്. ഇടവകപ്പള്ളിയിലെ സുന്ദരി കൊച്ചിനെ വായി നോക്കി നടന്നിരുന്ന ആ നാട്ടിലെ വെറും ഒരു സാധാരണക്കാരനായിരുന്നു ജോമോനും. അവനേക്കാൾ യോഗ്യന്മാർ ഒരുപാട് പേര് ആ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും അവരിൽ പലരും ഇഷ്ടം പറഞ്ഞുകൊണ്ട് അവൾക്ക് പുറകെ നടന്നിട്ടും റോയ പ്രത്യേകമായൊരു അടുപ്പം കാണിച്ചതും സൗഹൃദമുണ്ടാക്കിയതും ജോമോനുമായിട്ടാണ്. അതെന്തുകൊണ്ടാണെന്ന് അവനും അറിയില്ലായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന നാളുകളിലൊന്നും ഒരിക്കലും അവളോട് ചോദിച്ചു നോക്കിയിട്ടുമില്ല. സ്വന്തം കൂട്ടുകാർ പോലും അതിന്റെ പേരിൽ അവനോട് പിണങ്ങി അസൂയ കാണിച്ചു വഴക്കിട്ട് പോയി. അവളൊരാൾക്ക് വേണ്ടി കൂടുതൽ മികവോടെ ഒരിക്കലും മറവിയുടെ കരങ്ങൾ മറവിയിലേക്ക് മനഃപൂർവ്വം അവൻ എറിഞ്ഞു കൊടുക്കാത്ത ആ നല്ല നാളുകൾ വീണ്ടും ജോമോന്റെ ഓർമ്മകളിൽ വന്നെത്തി. അന്നത്തെ താനും അവളും എന്തൊരു ഭംഗിയാണ് ആ ഓർമ്മകൾക്ക് പോലും. നാട്ടിലെ അത്യാവശ്യം കാശുള്ള വീട്ടിലെ കുട്ടിയാണ് റോയ. അവളുടെ അപ്പന്റെ ഒറ്റമോളാണ്. കാണാൻ അതിസുന്ദരി, അതിനൊപ്പം തന്നെ നന്നായി പഠിക്കും, ഡാൻസ് കളിക്കും, അത്യാവശ്യം പാടുകയും ചെയ്യുന്ന കലാകാരി. പിന്നെ ചുറുചുറുക്കുള്ള അവളുടെ സ്വഭാവം, ചിരി, സംസാരം, മൊത്തത്തിൽ അവളെ കാണുന്ന സംസാരിക്കുന്ന ആർക്കും പെട്ടെന്ന് ഇഷ്ടമാവുന്ന അത്രയും നല്ല കുട്ടി. റോയയുടെ അപ്പൻ തോമസ് ആളെന്തോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുവാണ്. ഒരു പാവം പിടിച്ച അവളുടെ മമ്മ ട്രീസ് ആന്റി. ജോമോൻ ജോസഫ് അവൾക്ക് ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ ഒന്നുകൊണ്ട് ഒപ്പമില്ല. കാണാൻ അത്രയങ്ങോട്ട് സുന്ദരനല്ല, ഒരു ആവറേജ് വിദ്യാർത്ഥി മാത്രം. കലാപരമായി യാതൊരു കഴിവില്ലാത്തവൻ. അത്യാവശ്യം ചെലവഴിഞ്ഞു പോകുന്ന അവന്റെ കുടുംബം. അവനൊരു അനിയത്തി കൂടിയുണ്ട്, ജിൻസി. കൃഷിപ്പണിയാണ് അവന്റെ ചാച്ചൻ ജോസഫിന്റെ ജോലി. ഇങ്ങനെയുള്ള ജോമോനെ റോയ് സുഹൃത്തായിക്കൊണ്ട് നടക്കുന്ന ആർക്ക് സഹിക്കും? പക്ഷേ റോയ്ക്കൊന്നും അത്ര കാര്യമില്ല. അവളുടെ വീട്ടിലും ജോമോന് നല്ല കാര്യമാണ്. അവൻ 10 പഠിക്കുമ്പോൾ അവൾ 8-ലാണ്. സ്കൂളിൽ പോകുന്നതും വരുന്നെല്ലാം ഒന്നിച്ച്. അവൾക്ക് തന്നോട് സൗഹൃദമാണ്. പക്ഷെ തനിക്ക് അവളോട് തോന്നുന്ന വികാരം അതിനേക്കാൾ ഒരു പടി കൂടി മുകളിലാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയ നിമിഷം മുതൽ വെപ്രാളമാണ് തോന്നിയത്. കാരണം ആ സൗഹൃദം പോലും നഷ്ടം വരുന്നത് തനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതും മനസ്സിലടക്കി പിടിച്ചു. എന്തെങ്കിലും തുറന്നു പറയാനൊരു അവസരം കിട്ടുമെന്ന് തന്നെ കരുതി കാത്തിരുന്നു. 10-ൽ കഷ്ടിച്ച് പാസ്സായ തനിക്ക് ആ സ്കൂളിൽ തന്നെ +1 അഡ്മിഷൻ കിട്ടിയത് റോയയുടെ അപ്പം കൂടി റെക്കമെൻഡ് ചെയ്തിട്ടാണ്. ആ സ്കൂളിൽ അവളാണ് ടോപ്പർ, സ്കൂളിന്റെ റാങ്ക് പ്രതീക്ഷ. അങ്ങനെ ഒരുവൾ തനിക്കൊപ്പം നടക്കുന്നത് ടീച്ചർമാർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. നേരിട്ടുമല്ലാതെയും അവരില്ലാതെ പറഞ്ഞുകൊണ്ട് കളിയാക്കി രസിക്കും. എന്നിട്ടും അവളായിട്ട് അതൊന്നും അവസാനിപ്പിച്ച് പോയതുമില്ല. ജോ എന്ന് വിളിച്ചുകൊണ്ടവൾ തന്റെ കൂടെ തന്നെ നടന്നു. സൗഹൃദം തുടർന്നു, വളർന്നു. താൻ തന്നെ ഒളിച്ചുള്ള പ്രണയവും. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞത് എത്ര പെട്ടെന്നാണ്. അവൾ 10-ൽ പരീക്ഷ അടുത്തിരിക്കുന്ന ടൈമിൽ ബിസിനസ് അപ്പാടെ തകർന്നു. അവളുടെ അപ്പൻ തോമസ് പിന്നെ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നൊന്നും ഉയർന്നു വരാൻ കഴിയാതെ സമ്പന്നതയിലല്ലാത്തൊരു ജീവിതം വേണ്ട തീരുമാനത്തിൽ ഒരു മുഴം കയറി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു. അപ്പൻ അങ്ങനെ രക്ഷപ്പെട്ടു പോയപ്പോഴാണ് റോയും അവളുടെ മമ്മയും തീർത്തും തകർന്നു പോയത്. അതോടെ റോയുടെ ജീവിതത്തിന്റെ നിറം മാഞ്ഞുപോയി. സകല സൗകര്യങ്ങളോടും കൂടി ജീവിച്ച അമ്മയും മകളും പിന്നെ കടക്കാരെ പേടിച്ചുകൊണ്ട് നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെട്ടു തുടങ്ങി. മിടുക്കിയായ റോയ പതിയെ ഉൾവലിഞ്ഞു തുടങ്ങി. 10ാം ക്ലാസ് ആണെന്നും നന്നായി പഠിച്ചുകൊണ്ട് നീ വേണം നിന്റെ അമ്മയ്ക്കൊരു തുണയാവാനെന്നൊക്കെ അവളോട് പറഞ്ഞു കൊടുത്തിട്ടും ആൾക്കാരൊന്നും മനസ്സിലാവാത്ത പോലെ കൂടെ തന്നെ നിന്നു. അവളുടെ മനസ്സ് നേരെയാവും വരെയും അവൾക്കൊപ്പം തന്നെ നിന്നത് മനസ്സിൽ ആ പെണ്ണ് അത്രമാത്രം വേരിറങ്ങിപ്പോയതുകൊണ്ടാണ്. അത് അവൾക്ക് അറിയില്ലേ പോലും.
തനിക്ക് അവൾ അത്രയും പ്രധാനപ്പെട്ട തന്നെയെന്ന് ആ മുഖത്തെ ചിരിമാഞ്ഞു പോയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി. +2 പഠിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് അടുത്തുള്ള ടൗണിലെ കടയിൽ രാത്രി 11 മണിവരെയും ജോലിക്ക് പോയി തുടങ്ങിയത് അവൾക്ക് വേണ്ടിയാണ്. അതിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനം അവളുടെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുനീർ, അതായിരുന്നു ഏറ്റവും സങ്കടം. ക്ഷീണം പോലും അറിയാതെ ജോലി ചെയ്യാൻ സാധിക്കുന്നത് അവളെ ഓർക്കുമ്പോഴാണല്ലോ. തന്റെ മനസ്സിൽ അവൾ തനിക്ക് സ്വന്തമായിരുന്നു. പഠനമെല്ലാം തീർന്നിട്ട് അവളോട് നേരിട്ട് പറയാൻ കാത്തുവെച്ച തന്റെ സ്വപ്നം കൂടിയാണ് ആ ഇഷ്ടം. 10ാം ക്ലാസ്സിൽ റോയ നല്ല മാർക്കോടുകൂടി പാസ്സായപ്പോൾ +2 കഴിഞ്ഞ താൻ എന്നേക്കുമായി പഠനം നിർത്തിയത് അവൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ്. അവളുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ജോമോന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം അത് അവളാണല്ലോ. അവൾക്കൊപ്പമുള്ള ജീവിതമാണല്ലോ. അവളോടുള്ള ഭ്രാന്തി പിടിക്കുന്ന ഇഷ്ടം അവളുടെ അമ്മയ്ക്കും തന്റെ വീട്ടിലും അറിഞ്ഞു കഴിഞ്ഞിട്ടും അവൾക്ക് മാത്രമത് മനസ്സിലായില്ല. അതുമല്ലെങ്കിൽ അവൾക്കത് മനസ്സിലാക്കി കൊടുക്കും പോലെ താനൊന്നും ചെയ്തില്ല. 10ാം ക്ലാസ്സിൽ വിജയിച്ചതിനേക്കാൾ തിളക്കത്തിൽ അവൾ +1ലും +2ലും ജയിച്ചു കയറി. അവൾക്കൊരു കുറവും വരാതെ താൻ നോക്കിക്കൊണ്ടുപോയി. ഡിഗ്രി പഠിക്കാൻ ടൗണിൽ പോകണം. പോയിട്ട് വരാൻ നല്ല ചിലവാണ്. അതുമല്ല കോളേജ് ടൈം കണക്കായി കിട്ടുന്ന ബസ് കിട്ടാൻ പിന്നെയും അരമണിക്കൂറിൽ കൂടുതൽ യാത്ര വേണ്ടി വരും. ഇനി പഠിക്കാൻ പോകുന്നില്ല, വല്ല ടൈലറിങ്ങും പഠിച്ചാൽ ജീവിക്കാൻ അത് മതിയാവും എന്നൊക്കെ പറഞ്ഞിരുന്നവളെ വഴക്ക് പറഞ്ഞാണ് വീണ്ടും പഠിക്കാൻ നിർബന്ധിച്ച് വിട്ടത്. എന്നിട്ട് അവൾക്ക് ഒട്ടും മനസ്സിലായിരുന്നു. നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും ജോ എന്ന് പറഞ്ഞ് കണ്ണു നിറച്ചവളോട് നിനക്ക് വേണ്ടിയല്ലടി, ഞാനതങ്ങ് സഹിക്കും എന്ന് പറഞ്ഞ ആത്മാർത്ഥമായി തന്നെയാണ്. അവിടേക്കുള്ള പോക്ക് വരെ ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ള ഒരേ ഒരു വഴി അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടി വരും. പള്ളിയിലെ ഫാദർ മുഖേന അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടന്നിട്ടൊരു സ്പോൺസറെ കണ്ടുപിടിച്ച താനാണ്. തനിക്ക് സ്വയം അത് ചെയ്യണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ അപ്പോഴും. പക്ഷേ തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന സത്യം വേദനയോടെയാണ് അംഗീകരിച്ച് ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും സ്പോൺസർ ചെയ്തുതരും. പക്ഷേ എന്നിട്ടും ചെലവുകൾ പിന്നെ എത്രയോ ആണ്. നിനക്ക് അവളെ ഇഷ്ടമായിരിക്കും, പക്ഷേ എല്ലാത്തിനോടൊക്കെ അമ്മച്ചിയുടെ ജോക്കൂട്ടിനൊരു വിഡ്ഢിയായി തീരരുത് എന്ന് അമ്മച്ചി മാത്രമാണ് തന്നോട് പറഞ്ഞത്. അത് പക്ഷേ റോയോടുള്ള ഇഷ്ടക്കേടൊന്നുമല്ല. സ്വന്തം ആഗ്രഹങ്ങളെ പോലും കണ്ണിൽ നിന്നടിച്ചുകൊണ്ട് പറ്റാവുന്ന ജോലിയൊക്കെ ചെയ്ത് അവൾക്കുള്ള കാശ് എത്തിച്ചു കൊടുക്കുന്ന മകനോടുള്ള കരുതൽ മാത്രമായിരുന്നു. ഇല്ലമ്മച്ചി, തുറന്നു പറഞ്ഞില്ലേലും അവൾക്ക് എന്നെ ഇഷ്ടം തന്നെയാ. അവളുടെ പഠിപ്പ് തീരുന്നെന്ന് ഞാനത് പറയും. പിന്നെ അവൾ എന്റെയാ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ അമ്മച്ചിയോട് പറഞ്ഞു. റോയെ തനിക്ക് അത്രമേൽ വിശ്വാസമായതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാവരും തന്നെ ജോക്കുട്ടിനെന്ന് വിളിക്കുമ്പോൾ അവൾക്ക് മാത്രം താൻ ജോ. താനുമായിട്ടുള്ള സൗഹൃദം തുടക്കത്തിൽ തന്നെ എതിർക്കുന്ന എത്രയോ പേരുണ്ടായിരുന്നു അവൾക്ക് ചുറ്റും. അതിപ്പോഴും ഉണ്ട്. എന്നിട്ട് അവൾക്ക് ആ സൗഹൃദം ഉപേക്ഷിച്ച് കളയാൻ തോന്നിയില്ലല്ലോ. അങ്ങനെ തനിക്ക് മാത്രം അവൾ തരുന്ന കുറെ സ്പെഷ്യൽ സ്നേഹം അതവളുടെ പ്രണയം തന്നെയാണല്ലോ. മനസ്സങ്ങനെ അവളെ ന്യായീകരിക്കാൻ 100 കാരണങ്ങൾ കണ്ടെത്തി. റോയ് ഡിഗ്രിക്ക് ചേർന്ന ആദ്യ വർഷം തമ്മിൽ കാണാൻ പറ്റുന്നില്ലെന്ന തന്റെ സങ്കടം മാറ്റി നിർത്തിയാൽ ഒന്നും ഒരു കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോയി. അവളില്ലായ്മ അറിയിക്കാതെ അവളുടെ അമ്മയെ താൻ കൊണ്ടുനടന്നു. എല്ലാം ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയാണല്ലോ എന്ന് കരുതി രാവും പകലുമില്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കി കാത്തിരുന്നു. അതിനിടയിൽ ഒരു വർഷം കടന്നുപോയി. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും റോയ്ക്ക് വല്ലാത്തൊരു മാറ്റമുണ്ടെന്ന് തോന്നിയിരുന്നു. മാസത്തിൽ ഒരു തവണ ലീവിന് വന്നിരുന്നോൾ പിന്നെ അതിലൊന്നും യാതൊരു താല്പര്യവും കാണിച്ചില്ല. ചോദിക്കുമ്പോൾ നിറയെ പഠിക്കാനുണ്ട് ജോ എന്ന് അരസമായി പറഞ്ഞൊഴിയും. അത് ശരിയാവുമെന്ന് താനും കരുതും. അതുമല്ലെങ്കിൽ അങ്ങനെ കരുതുന്നതായിരുന്നു തനിക്ക് കൂടുതൽ സ്വസ്ഥതയും സമാധാനവും നൽകുന്നതും. ജോ, കോളേജിന് ബേസ് ചെയ്തുകൊണ്ട് ടെലിഫിലിം ഇറങ്ങുന്നുണ്ട്, ഞാനതിലെ നായിക, നീ വരണേ ആ റിലീസ് ചെയ്യുന്നെന്ന് എന്നൊരു വാക്ക്. അതും അതുവരെ അവളിൽ കാണാൻ കഴിയാത്ത സന്തോഷത്തിൽ, ആവേശത്തിൽ. ഒരു ദിവസം അവൾക്ക് വിളിക്കുമ്പോൾ റോയ പറഞ്ഞ ആ വാക്കുകൾ തന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളുടെ ആഗ്രഹമല്ലേ, ചെയ്തോട്ടെ എന്നൊക്കെ കരുതി തന്നെയാണ് അവൾ വിളിച്ചെന്ന് റോയ പഠിക്കുന്ന കോളേജിലേക്ക് ചെന്ന്. മുന്നേയും താൻ അവിടെ പോയിട്ടുണ്ട്. കാണാതിരിക്കാൻ ഒട്ടും വയ്യം തോന്നുന്ന നിമിഷങ്ങളിലൊക്കെയും അവളെ കണ്ടിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട്. സിനിമക്കും ഭക്ഷണം കഴിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുമുണ്ട്. അവളുടെ കൂട്ടുകാരെ കണ്ടിട്ടുമുണ്ട്. ഒരു ലോക്കൽ ഗാർഡിയൻ പോലെ അവളുടെ അധ്യാപകരെ കണ്ടിട്ടുണ്ട്. റോയ് മിടിക്കുകയാണെന്ന് അവരൊക്കെ പറയുന്ന കേട്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിന്നിട്ടുണ്ട്. പക്ഷേ ടെലിഫിലിം കാണാനുള്ള വരവിൽ തനിക്ക് തന്നെ എന്തൊക്കെയോ നെഗറ്റീവ് ഫീലാണ് നൽകിയത്. തോന്നലാവുമെന്ന് കരുതി വിട്ടുകളഞ്ഞതും അവളുടെ സന്തോഷം കണ്ടിട്ടാണ്. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ജോമോന് ഇഷ്ടമാണെന്ന് കരുതിക്കൊണ്ടാണ്. കോളേജ് പ്രണയം ബേസ് ചെയ്തുകൊണ്ടുള്ള അത്തി റോയ് നന്നായി അഭിനയിച്ചിരിക്കുന്നു. പക്ഷെ ആ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു ചെക്കനാണ് അതിലെ ഹീറോ. അവനുമായി ഇവൾ ചെയ്തു വെച്ച ഇന്റിമേറ്റ് സീനുകൾ അതൽപ്പം ഓവറായി തോന്നി. തോന്നലല്ല, അത് തന്നെയായിരുന്നു സത്യവും. അത്രയൊന്നും അവിടെ ആവശ്യമില്ലായിട്ടും മറ്റെന്തോ ലക്ഷ്യം വെച്ച് ചെയ്ത പോലെയാണ് തോന്നിയത്. അതുമാത്രം തനിക്ക് അങ്ങോട്ടൊട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. നിനക്ക് എന്താണ് ജോ, അതൊക്കെ ആക്ടിങ് അല്ലേ, അതൊക്കെ നീ ഇങ്ങനെ പറഞ്ഞാലോ? നോക്ക്, എനിക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് ഈ കരിയറിൽ. അനാവശ്യ സെന്റിമെന്റ്സ് പറഞ്ഞുകൊണ്ട് നീ ആയിട്ട് ഇത് ഇല്ലാതാക്കില്ലേ ജോ, പ്ലീസ്. ഞാനൊന്ന് രക്ഷപ്പെട്ടോടെടാ.
അതിനെക്കുറിച്ച് റോയോട് പറഞ്ഞപ്പോൾ കേട്ട അവളുടെ മറുപടി ഞെട്ടിപ്പോയി. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക എന്നുള്ള അവളുടെ ആഗ്രഹം അതിപ്പോൾ ആക്ടിംഗ് മേഖലയിലേക്ക് മാറിയിരിക്കുന്നത് തനിക്കൊരു ഷോക്ക് തന്നെയായിരുന്നു. എങ്കിലും അപ്പോൾ അവളോടൊന്നും പറയാതെ താൻ തിരികെ മടങ്ങി. ആ ടെലിഫിലിമിൽ അഭിനയിച്ചപ്പോൾ തോന്നിയതാവും, ക്രമേണ അത് മാറിക്കോളും. ആൾ നന്നായി പഠിച്ചൊരു ജോലി വാങ്ങിക്കുമെന്നൊക്കെ തന്നെയായിരുന്നു മനസ്സ് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നായിരുന്നു പ്രാർത്ഥന നടത്തിയത് മുഴുവനും. കാരണം സിനിമാ ഫീൽഡിൽ കൂടുതലൊന്നും അറിയില്ലെങ്കിലും റോയെ പോലെ പെൺകുട്ടിക്ക് അവിടെ ഒട്ടും പറ്റില്ലെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അവളത് തന്നെ വീണ്ടും പറഞ്ഞപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ റോയുടെ മനസ്സിൽ പൊട്ടിമുളച്ച സിനിമാ ഭ്രമം അതങ്ങനെ വെറുതെ ഒരു ആഗ്രഹമല്ലെന്ന് മനസ്സിലായി. നമുക്കിത് വേണ്ട റോയ, ഇതൊന്നും ശരിയാവില്ലടി. നീ കരുതുന്ന പോലെ ഒന്നല്ല. സിനിമാ മേഖലയിലൊക്കെ മൊത്തം കപടന്മാരെ കൊണ്ട് നിറഞ്ഞതാ. നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാ. നീ നന്നായി പഠിച്ചിറങ്ങി നല്ലൊരു ജോലി വാങ്ങിക്ക്, നമുക്ക് അതൊക്കെ മതിയടി. ശാന്തമായിട്ട് തന്നെയാണ് അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ അതിനോടകം സിനിമാ മോഹൻ തലക്ക് പിടിച്ചവൾ ഒരു ടെലിഫിലിമിൽ അഭിനയിച്ചപ്പോൾ തന്നെ കോളേജിൽ നിന്ന് കിട്ടുന്ന പ്രിവിലേജ്, പ്രതീക്ഷിക്കാതെ കിട്ടിയ അതിന്റെ സാലറി എമൗണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു സിനിമയിലെ സൈഡ് റോള്, എല്ലാം കൂടി തലക്ക് പിടിച്ചവൾ അന്ന് തന്നോട് പറഞ്ഞു പോയ വാക്കുകൾ, മരണം വരെയും തനിക്ക് മറക്കാൻ കഴിയാത്ത അത്രയും വിഷമുള്ളു നിറഞ്ഞ ആ വാക്കുകൾ. ജോ, നിനക്ക് അസൂയ, ഞാൻ രക്ഷപ്പെട്ടു പോകുന്നുള്ള ഈഗോ, പേടി. മനുഷ്യർ ഇത്രയ്ക്ക് സ്വാർത്ഥനാകാൻ പാടില്ലടൂ. എന്നിങ്ങനെ നീ നീട്ടി തരുന്ന പിച്ചക്കാശ് വാങ്ങി ഞാൻ നിന്റെ കാൽച്ചൂട്ടിൽ തന്നെ കിടക്കുന്നുള്ള നിന്റെ ചീപ്പ് വാശി, അത് നടക്കില്ല ജോ. എനിക്ക് കാശ് വേണം. ഇവിടെ പഠിച്ചിറങ്ങിയ ജോലി തണ്ടുന്ന ടൈം കൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാവുന്ന ഓഫറാണിപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് ചേർന്നിരിക്കുന്നത്. ഒരുപാട് ആലോചിച്ചുകൊണ്ടാണ് ഞാനത് സ്വീകരിച്ച്. ഒരു സാമാന്യ മര്യാദയുടെ പേരിലാണ് നിന്നോട് പറഞ്ഞപ്പോൾ നിനക്ക് അസൂയ. കാര്യം നീ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി ലൈഫ് ലോങ് എൻ്റെ അപ്പം കളിക്കരുത് നീ. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ വേറൊരു സൗഹൃദം മാത്രമാണ് നീ. അല്ലെങ്കിൽ ഒരു +2 മാത്രം പഠിച്ച ആ പട്ടിക്കാട് ജീവിക്കുന്ന എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സിനിമാ ഫീൽഡിനൊക്കെ പറ്റി നിനക്ക് എന്തറിയാനാ? അതുകൊണ്ടുള്ള തെറ്റിദ്ധാരണയാണ് ഇപ്പം നിനക്ക്. അതുകൊണ്ട് ദയവായിട്ട് ഇനി എൻ്റെ വഴികൾ നീ ഒരു തടസ്സം പോലെ വരരുത്. അങ്ങനെ വന്നാൽ അത് നിനക്ക് നല്ലതിനാവില്ല. പിന്നെ നീ എനിക്ക് വേണ്ടി ചിലവാക്കിയ കാശ് അത് എത്രയുണ്ട് നീ പറഞ്ഞാൽ മതി, ഞാനത് തന്ന് തീർത്തോളാം. അതിൻ്റെ പേരിൽ ഇനി ഒരു സെൻറ്റിമെൻറ്റിൽ കാണിച്ചിട്ട് രക്ഷക റോള് വേണ്ട. എനിക്ക് 18 വയസ്സായി, കൊച്ചു കുട്ടിയൊന്നുമല്ല ഞാൻ. എനിക്കറിയാം എൻ്റെ ലൈഫിൽ തീരുമാനം എടുക്കാൻ. അതുകൊണ്ട് പ്ലീസ് ഇനി ഇങ്ങോട്ട് വരരുത്. അതും പറഞ്ഞുകൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞു പോകുമ്പോൾ അമ്മച്ചി അന്നാ പറഞ്ഞു തന്ന വാക്കുകളിലെ വിഡ്ഢി തന്നെയായിരുന്നു താൻ ശരിക്കും. തനിക്കുള്ളിലെ തുറന്നു പറയാത്ത പ്രണയം പോലും തന്നെ പരിഹസിക്കുന്ന പോലെ തോന്നലായിരുന്നു. വീണു പോവാതിരിക്കാൻ അവിടെ ഒരു തൂണിൽ മുറുകെ പിടിച്ചു അവൻ. കാതിൽ സ്ഫോടനം പോലെ വീണ്ടും വീണ്ടും അവളുടെ വാക്കുകൾ. അതൊരു സ്വപ്നമാവണമെന്ന് അത്രമാത്രം ആഗ്രഹിച്ച് റോയെക്കുറിച്ച് അന്ന് വരെയും അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാത്ത കൊണ്ട് തന്നെയായിരുന്നു. തന്റെ സ്നേഹത്തിനും സഹായത്തിനും പോലും വിലയിട്ട് പോയവളോട് അപ്പോഴും വെറുപ്പൊന്നും തോന്നിയില്ല. പതിയെ പറഞ്ഞു തിരുത്തി കൊടുക്കാമെന്ന് തന്നെയായിരുന്നു അപ്പോഴും വിശ്വാസം. പക്ഷെ അവൾ ആ സ്റ്റേജിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ പോയെന്ന് പിന്നെ മനസ്സിലായി. ചേട്ടനി അവളെ പ്രതീക്ഷിക്കരുത് ചേട്ടാ. അവളിപ്പോൾ ആള് വേറെയാ. നമ്മൾക്കിപ്പോൾ വെറും ലോ ക്ലാസ് ആളുകളാ. അവൾക്കൊപ്പം ചേരൂല. അവൾക്കത് നാണക്കേടാ. നമ്മളായിട്ട് എന്തിനാ ചേട്ടാ അവൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? ചേട്ടൻ രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് കണ്ണു നിറച്ചുകൊണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ജോമോനോട് പറഞ്ഞതും അവന്റെ സ്നേഹവും അതിന്റെ ആഴവും നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ്. ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ റോയിലെ മാറ്റങ്ങൾ അത് വളരെ വലുതായിരുന്നു. വിളിച്ചാൽ ഫോൺ അടിക്കില്ല, നേരിട്ട് കാണാൻ മുന്നിലേക്ക് വരില്ല. മൊത്തത്തിൽ താൻ ലോക്കായി പോയിരിക്കുന്നു. ആദ്യം അവളിൽ, പിന്നീട് അവളൊഴിച്ചിട്ട് പോയ ആ ശൂന്യതയിലും. സിനിമാ മോഹൻ തലക്കി പിടിച്ചവൾ പഠനം പാതി വഴിയിലിട്ട് അതിനു പുറകെ മുഴുവനായി പോയെന്ന് ഏറെ വൈകിയാണ് താൻ അറിഞ്ഞത്. അന്നത്തെ പോലൊരു സങ്കടം അത് ഈ ജന്മം അനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കാനും പോകുന്നില്ല. അവൾക്ക് വേണ്ടി പാതിയിൽ വിട്ടുകളഞ്ഞ എത്രയെത്ര മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അതെല്ലാം ഇപ്പോ മാറിയെന്ന് തന്നെ പരിഹസിക്കുന്ന പോലെ. എല്ലാം വെറുതെയായി പോയെന്ന് അംഗീകരിക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. തൻ്റെ സ്വന്തം എന്ന് കരുതിക്കൊണ്ട് നടന്നവൾ. പക്ഷെ അതൊരു തോന്നൽ മാത്രമായിരുന്നു. അവൾക്ക് താൻ ആരുമായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഒരു വേദനയുമില്ലാതെ, കുറ്റബോധത്തിന്റെ ചെറിയൊരു അംശം പോലുമില്ലാതെ അവൾ തന്നെ കളഞ്ഞിട്ട് പോയത്. പ്രിയപ്പെട്ട സാധനങ്ങളെയോ മനുഷ്യരെയോ ഉപേക്ഷിച്ച് കളയുമ്പോഴല്ലേ മനുഷ്യനെ ശരിക്കും നോവും. സ്വന്തമായിരുന്നു എന്ന തോന്നലിനപ്പുറം സ്വന്തമാക്കാനോ അവകാശം പറയാനോ കഴിയാത്തവളാണ് തനിക്ക് റോയ ജോസഫ്. പക്ഷെ അവളെ മറക്കാനും വെറുക്കാനൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. അവൾ ആദ്യം അഭിനയിച്ച സിനിമ അത് റിലീസ് ചെയ്തതിന് ശേഷമാണ് റോയ അങ്ങനെയൊക്കെ ചെയ്ത് അവളുടെ അമ്മയടക്കം എല്ലാവരും അറിഞ്ഞത്. അതുവരെ അത്രയ്ക്ക് വേദന തോന്നിയിട്ടും താൻ അതൊന്നും ആരോടും പറഞ്ഞില്ല. എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു, ക്ഷമിച്ചു. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ല ജോക്കുട്ട എന്ന് അവളുടെ മമ്മ കരഞ്ഞുകൊണ്ട് ശപിച്ച നിമിഷം. അങ്ങനെയൊന്നും പറയില്ല ട്രീസാൻഡി, അവളുടെ ആഗ്രഹമല്ലേ, അതുപോലെ ചെയ്യട്ടെ, അത് തീർന്നിട്ട് ഇങ്ങ് വരുമല്ലോ എന്ന് പറഞ്ഞതും ഉള്ളിലണയാത്ത അവളോടുള്ള സ്നേഹക്കനൽ ജ്വലിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതിലൊരിത്തിരി വിശ്വാസം ബാക്കിയുള്ളതുകൊണ്ടാണ്. നാട്ടിൽ മുഴുവൻ റോയെ തേച്ചിട്ട് പോയ ജോമോന്റെ കഥ പാട്ടായി.
അവൾ ഇഷ്ടം പറയാതെ വലിപ്പിച്ച കലിപ്പ് മുഴുവൻ ആ നാട്ടിലെ ചെറുപ്പക്കാർ അവളെക്കുറിച്ച് അപവാദം പറഞ്ഞു തീർത്തു. എല്ലാം അറിഞ്ഞിട്ടും ആ കളിയാക്കി പറച്ചിലുകൾ ഉള്ളിലൊരാഴത്തിൽ മുറിവ് തീർത്തിട്ടും പലപ്പോഴും പലരും ആ മുറിവിൽ വാക്കുകൾ കൊണ്ട് മുളകരച്ച് തേച്ചു പിടിപ്പിച്ചിട്ടും ആരോടും പരാതി പറഞ്ഞില്ല. അവളോട് പോലും പരിഭവം തോന്നിയില്ല. സിനിമാ മോഹം കൊണ്ട് പോയവൾ അത് തീരുമ്പോൾ തിരികെ വരുമെന്ന് തന്നെ കരുതി താൻ കാത്തിരുന്നു. അത്രത്തോളം അവൾ അപ്പോഴും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വർഷമൊന്നു കഴിഞ്ഞിട്ടും റോയ തിരികെ വന്നില്ല. അപ്പോഴേക്കും അവൾ അത്യാവശ്യം തിരക്കുള്ളൊരു പുതുമുഖ നടിയായി മാറിയിരുന്നു. അവളില്ലായെങ്കിലും അവളുടെ മമ്മയെ താൻ തന്നെയാണ് നോക്കിയത്. സ്വന്തം മകൾ കാണിച്ച നെറുകേട് ഓർത്തിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടാണെങ്കിലും താനൊന്നും കാര്യമാക്കിയില്ല. പക്ഷെ അതിനധികം ആയുസ്സുണ്ടായില്ല. മകളെ ഓർത്ത് നേറി അവളുടെ അമ്മ മരിച്ചു. അത് അവൾ അറിയിക്കാൻ തനിക്ക് മുന്നിലൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം അവളായിട്ട് തന്നെ അടച്ചുപൂട്ടിയിരുന്നു. എന്നിട്ട് ഒരു ദിവസം മുഴുവൻ കാത്തിരുന്ന ശേഷമാണ് ട്രീസാൻഡി അടക്കം ചെയ്തത്. ഒരേ ഒരു മകളെ കാണാതെ അവർ മടങ്ങിപ്പോയത് മാത്രം അവളോടുള്ള ചെറിയൊരു ദേഷ്യത്തിന് കാരണമായി. തന്നെയും തന്റെ സ്നേഹത്തെയും സഹായത്തെയും എല്ലാം റോയ മറന്നോട്ടെ. പക്ഷെ മകളെ അത്രമേൽ സ്നേഹിക്കുന്ന ട്രീസാൻഡിയെ അവൾ മറക്കാൻ പാടില്ലായിരുന്നു. അത് അവളുടെ തെറ്റ് തന്നെയാണ്. തന്റെ സ്നേഹം കൊണ്ട് പോലും പുറത്തുകൊടുക്കാൻ കഴിയാത്ത അവളുടെ വലിയൊരു തെറ്റ്. കാരണം അവൾക്ക് വേണ്ടി മാത്രമാണ് ആ സാധു ജീവിച്ചത്, മരിച്ചത്. നാളുകൾ പിന്നെയും മുന്നോട്ട് പാഞ്ഞു. ട്രീസാൻഡി മരിച്ച് 2 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം റോയ വന്നു. രൂപം കൊണ്ടും ഭാവം കൊണ്ടും വല്ലാത്ത മാറ്റമുണ്ട് അവൾക്ക്. അവൾക്ക് ചുറ്റും പരക്കുന്ന ഗന്ധത്തിന് പോലും വല്ലാത്തൊരു വശ്യത. ഇറക്കം പറ്റേ കുറഞ്ഞ ഡ്രസ്സും കൂളിംഗ് ഗ്ലാസും തോളൊപ്പം വെട്ടി അവളുടെ നീളം മുടിയും തേച്ചു പിടിപ്പിച്ച ചായക്കൂട്ടുമായി അവൾ അമ്മയെ തേടി വന്നതാണ്. പക്ഷെ അതൊന്നും കാണാൻ നിൽക്കാതെ ആ അമ്മ പോയതെത്ര നന്നായി എന്ന് തോന്നിപ്പോയി ആ നിമിഷം. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ച. റബ്ബർ വെട്ടുന്നിടത്തുനിന്നാണ് അവൾ വന്നെന്നറിഞ്ഞ് താൻ ഓടിപ്പാഞ്ഞു ചെന്ന്. റബ്ബർ പാലിന്റെ ഗന്ധമുള്ള കറ പിടിച്ച വേഷവും താനും കണ്ടതേ അവളുടെ മുഖം ചുളിഞ്ഞ് അവൾക്കൊപ്പമുള്ളവരുടെയും. സ്വന്തം അമ്മ മരിച്ചെന്നറിഞ്ഞിട്ട് പോലും നിറയാത്ത ആ കണ്ണുകൾ റോയ് ഒരുപാട് മാറിയിരിക്കുന്നതിന്റെ തെളിവ് തന്നെയാണ്. ദാ ഇത് വെച്ച ജോമാന് കാശിനൊക്കെ ഒരുപാട് ആവശ്യം കാണും. അതുമല്ല എനിക്ക് വേണ്ടി കുറച്ച് കാശൊക്കെ പൊടിച്ചല്ലേ, അതിലേക്ക് കൂട്ടിയേക്ക്. ഇനിയിപ്പോൾ അതിന്റെ പേരിലൊരു കമ്മിറ്റ്മെന്റ് വേണ്ടല്ലോ. പുച്ഛമാണോ എന്നറിയാത്ത ഭാവത്തിൽ അവൾ നീട്ടി ആ നോട്ടിയിട്ട് കണ്ടപ്പോൾ കൈവീശൊന്ന് കൊടുക്കാനാണ് തോന്നിയത്. പക്ഷെ ചെയ്യില്ല. ജോമോൻ അപ്പോഴും റോയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്ക് വേണ്ട, ഞാനത് നിനക്ക് തന്ന് തിരികെ കിട്ടാനല്ല. പിന്നെ ഈ കാശ് ഇത് നീ പള്ളിയിൽ ഏൽപ്പിച്ചേക്ക് റോയ മേഡം. നിന്റെ അമ്മയുടെ പേരിൽ അവിടെയുള്ള അനാഥ കുട്ടികൾക്ക് ഒരു അന്നദാനം നടത്താൻ പറഞ്ഞേക്ക്. സ്വന്തം മകള് ജീവനോടെ ഉണ്ടായിട്ടും അനാഥയായി മരിച്ച ട്രീസ ചേച്ചിയുടെ ആത്മാവിന് ഒരിച്ചിരിയെങ്കിലും സമാധാനം കിട്ടിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചടന്ന് ആളോടുള്ള ദേഷ്യത്തോടെയാണ് അന്ന് തിരിച്ചു പോയവൾ. പിന്നെ ഒരു വിവരവുമില്ല. പക്ഷേ സിനിമാ മോഹം കൊണ്ട് നശിച്ചുപോയ നടി റോയെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായതയോടെ തന്നെ. ഗോസിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തള്ളിക്കളഞ്ഞാലും അതൊന്നുമല്ല സത്യമെന്ന് താനടക്കം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും വീണ്ടും അവൾക്ക് മുന്നിലേക്ക് ഒരു ശല്യമായി പോകാൻ തോന്നിയില്ല. അവൾ അഭിനയിക്കുന്ന സിനിമകൾ വിടാതെ കാണും. പക്ഷേ അതിർവരമ്പുകൾ പോലും ഭേദിച്ചുകൊണ്ട് അവൾ ചെയ്യുന്ന ഗ്ലാമർ വേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ സിനിമകൾ കൂടി അറിയാൻ കഴിയും അവൾ എത്രമാത്രം അധപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ആ സിനിമകൾ കാണുന്നത് നിർത്തി. തനിക്ക് അവളെ അങ്ങനെ കാണാൻ വയ്യായിരുന്നു. അത്രയും നാളുകൾക്ക് ശേഷവും അതൊക്കെയും തന്നെ അപ്പോഴും വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണിൽ മറ്റാർക്കും അറിയാത്ത, കയറാൻ അനുവാദമില്ലാത്ത ആ രഹസ്യ അറിയിൽ അവൾ ഭദ്ര. പോയേക്ക. ഇത്രയും വർഷം സ്വയം പണിതുയർത്തിയ ഒരു മൂടുപടത്തിൽ ഒളിച്ചവൾക്ക് ഇനി എന്താവോ ഈ ഉള്ളവനെ കൊണ്ട് നടന്നിട്ടേണ്ട ആവശ്യം.
പോയിട്ട് അതുകൂടി ചെയ്തു കൊടുത്ത് തിരികെ പോരാം. ഒടുവിൽ അവൻ ആ തീരുമാനത്തിൽ ഉറച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. തിരികെ ആ കല്യാണ ബഹളങ്ങളിലേക്ക് തന്നെ ചെന്നിട്ട് കൂടി മനസ്സവന്റെ പിടിയിൽ നിന്നില്ല. ചരട് പൊട്ടിയ പട്ടം പോലെ അതങ്ങനെ ആകാശത്ത് പാറിക്കളിച്ചു. ഇവനിത് എന്തു പറ്റിയെന്ന് ജോമോന്റെ കൂട്ടുകാർ ചോദിച്ചു തുടങ്ങിയപ്പോഴും അവനൊന്നും തുറന്നു പറഞ്ഞില്ല. ഒരിക്കലും അവളുടെ പേരിൽ നാട്ടിൽ അപമാനത്തിന്റെ അങ്ങേയറ്റത്തോളം നടന്നുപോയവനാണ്. അതിന്റെ കയ്പ് നീരെല്ലാം ഒറ്റയ്ക്ക് കുടിച്ചിറക്കിയ ചവർപ്പ് ഇന്നും തൊണ്ടക്കുഴിയിൽ അതുപോലെ തന്നെയുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും ഇനിയൊരിക്കൽ കൂടി വീണ്ടും അതിലേക്കൊന്നും ഇറങ്ങി നടക്കാൻ തോന്നിയില്ല. എന്താടാ, പുതിയ ലൈമല്ലോ സെറ്റായോ? ആ കോളൊന്നിന് ശേഷമാണോ നിന്റെ മോന്തെങ്കിലും ഇഞ്ചി അടിച്ചു പോയത് എന്നൊരുത്തൻ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം പറഞ്ഞത്. ഓ, അല്ലെങ്കിലും അതിനുള്ള സാധ്യത നിന്റെ ലൈഫിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നീ ദിവ്യപ്രേമം തലക്ക് പിടിച്ചവനല്ലേ? ഞാനത് മറന്നുപോയി. ആ സംശയം പറഞ്ഞവൻ തന്നെ വീണ്ടും പറഞ്ഞു. അപ്പോഴും അവനെ ചിരിച്ചു തോൽപ്പിച്ചു. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ജീവിക്കടാ പൊട്ട. അവൾ ഇട്ടേച്ച് പോയിട്ട് ഇപ്പൊ തന്നെ വർഷം എത്ര കഴിഞ്ഞു? ഇനി അവളുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്ന എനിക്ക് ഭ്രാന്ത് തന്നെയാ. അവളാണെങ്കിൽ തോന്നിയ പോലെ അവളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോഴും റോയ ജോസഫ് മാലാക തന്നെ. ഇങ്ങനെയുണ്ടൊരു പ്രേമം. ഇതേതാണ്ട് വേറെ ഏതാ അസുഖമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവന്മാരങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല. അപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നത് അവൾ തിരികെ വന്നിരിക്കുന്നു എന്നെ കാണാൻ എന്നുള്ള സത്യം അവരോട് വിളിച്ചു പറയാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു. ഉറക്കമില്ലാത്തൊരു രാത്രിയിൽ അവന്റെ മനസ്സിൽ നിറഞ്ഞ അത്രയും റോയും അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഓർമ്മകളും തന്നെയായിരുന്നു. അവളും നിനാവും തിരികെ വന്നെന്നുള്ള ചോദ്യം ജോമോനെ ശ്വാസം മുട്ടിച്ച് അന്നത്തെ ഉറക്കം കെടുത്തി. തന്റെ പ്രണയം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുമോ? അങ്ങനെയൊരു ചിന്ത വന്നു. ഇടനെഞ്ചിൽ കൂടിയൊരു മിന്നൽ പാഞ്ഞുപോയ തരിപ്പോടെ അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അങ്ങനെയൊരു മോഹം തനിക്കിപ്പോഴും ബാക്കിയുണ്ടോ അതിന്? ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലെത്താനും. ഇല്ലെന്നോ ഉണ്ടെന്നോ അറിയാത്ത വിധം ഒരു നിസ്സഹായതയാണ് അവനതിന്റെ ഉത്തരം. ഹൃദയമറിഞ്ഞ് സ്നേഹിച്ച ആളെ അവരിനി എത്രയൊക്കെ അപരാധങ്ങൾ നമ്മളോട് ചെയ്തു കൂട്ടിയാലും ദേഷ്യവും അകൽച്ചയും ഒക്കെ അതിന്റെ പേരിൽ അവരോട് തോന്നിയാലും നമുക്കൊരിക്കലും അവരെ വെറുക്കാനും മറക്കാനും കഴിയില്ലെന്ന് കൂടി അവൻ ആ നിമിഷം മനസ്സിലാക്കി. ഇനിയൊരു മാപ്പ് പറച്ചിൽ കൊണ്ട് താൻ ഇന്ന് ഈ നിമിഷം വരെ അനുഭവിച്ച് തീർത്തതിനെല്ലാം പകരമാവുമോ? ചിന്തകൾ ചുറ്റിവരിഞ്ഞ് ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവനൊന്ന് അല്പം പോലും ഉറങ്ങാൻ കഴിഞ്ഞതുമില്ല. അല്പം മുന്നേ തന്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ ജോമോന് ഭ്രാന്ത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ തന്നെ ഇത്രയും വേദനിപ്പിച്ച ഒരാളെ ഓർത്തുകൊണ്ട് എങ്ങനെ ഇത്രയും നേരം ഇരിക്കാൻ കഴിയും? ഇടനെഞ്ചെങ്ങനെ അവരുടെ ഓർമ്മകൾ കൊണ്ട് തുടിച്ചുണരും. വെളുപ്പിനെ എപ്പോഴോ ഇത്തിരി ഒന്ന് ഉറങ്ങി. അലാറടിച്ചപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റു. ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അടുക്കളയിൽ ചായക്കിരിക്കുമ്പോൾ നിനക്ക് എന്ത് പറ്റിയാടാ ജോക്കുട്ടായി എന്നുള്ള അമ്മച്ചിയുടെ ചോദ്യം പതിവ് പോലെ തന്നെ ഒന്നുമില്ലെന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് അവർക്ക് മുമ്പിൽ ഉള്ള മടക്കി പിടിച്ചു. കൂട്ടുകാരോടെന്ന പോലെ വീട്ടുകാരോടും റോയുടെ തിരിച്ചുവരവിന്റെ കാര്യം പറയാൻ വയ്യ. എന്റെ ജോക്കുട്ടന്റെ ജീവിതം തകർത്തുപോയ മൂധീവി എന്നാണ് അമ്മച്ചി അവൾ അഭിസംബോധന ചെയ്യാറ് തന്നെ. പ്രത്യക്ഷത്തിലൊന്നും നേരിട്ട് പറയാറില്ലെങ്കിൽ കൂടിയും ജിൻസിക്കും ചാച്ചനുമൊക്കെ അവനോട് നല്ല ദേഷ്യം തന്നെയാണ്. സ്വന്തം പ്രവൃത്തി കൊണ്ട് അവൾ നേടിയെടുത്ത ആ വെറുപ്പിനെതിരെ തനിക്കൊന്നും പറയാനും കഴിയില്ല. അതവളുടെ ന്യായമാണല്ലോ. അങ്ങനെയുള്ള അമ്മച്ചിയോട് റോയ വിളിച്ചിരുന്നു. ഒന്നെന്നെ കാണാൻ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയേണ്ട താമസം. പിന്നെ നടക്കുന്ന ലോകമഹായുദ്ധം അത് തന്റെ വീട്ടിലാവും. അതിന് അമ്മച്ചിയെയും കുറ്റം പറയാനൊക്കില്ല. അവൾ ഇട്ടേച്ച് പോയതിൽ പിന്നെ തനിക്ക് ഭ്രാന്തി പിടിച്ച് തുടങ്ങിയെന്ന് കരുതിയ അത്രയും വലിയൊരു വിഷാദത്തിന്റെ പിടിയിൽ നിന്നും ഇന്നിങ്ങനെ അത്യാവശ്യം നല്ല നിലയിലേക്ക് തന്നെ എത്തിച്ചെടുക്കാൻ അമ്മയും ചാച്ചനും ജിൻസിയും കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള അവരോട് ഇനി റോയുടെ കാര്യം പറഞ്ഞിട്ട് ആ മനസ്സുകളിൽ ഒരു കനൽ തിരക്ക് ഓരിടാൻ അവന് വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോടൊന്നും പറഞ്ഞില്ല. എങ്കിലും നേരം വെളുത്ത മുതൽ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വെപ്രാളമുണ്ട് അവന്. ഒടുവിലൊരു 7 മണിയോടെ അവന് വിറപ്പിച്ചുകൊണ്ട് റോയുടെ വിളി വന്നു. ഞാൻ വരും. ഹലോ പറയും മുന്നേ അവൻ അതാണ് പറഞ്ഞത്. അപ്പോഴും അവന്റെ ഹൃദയം അതിശക്തമായി മിടിക്കുന്നുണ്ട്. എവിടെ വരണമെന്ന് എപ്പോൾ വരണമെന്നൊക്കെ അവളാണ് പറഞ്ഞത്. എല്ലാത്തിനും സമ്മതം പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിപ്പിക്കുമ്പോൾ ജോമൻ വല്ലാതെ വിയർത്ത് നനഞ്ഞിരുന്നു. ചെയ്യുന്നതിന്റെ ശരി തെറ്റുകൾ ആലോചിച്ചുകൊണ്ടൊരു നിമിഷം കൂടി അവൻ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറുമ്പോൾ പതിവില്ലാത്തൊരു കൺഫ്യൂഷൻ. ഉള്ളതിൽ അല്പം പഴയതാണെങ്കിലും തനിക്കിട്ടാൽ നല്ലപോലെ ചേരുന്ന മെറൂൺ കളർ ഷർട്ടും വെള്ളമുണ്ടും എടുത്തുകൊടുത്തു. ഭംഗിയായി വളർന്ന മീശയും താടിയും തടവി ഒതുക്കി. ഇടതൂർന്ന മുടികളെ ചീകി ഭംഗിയാക്കി. വാച്ചും കയ്യിലെ ചെയിനുമൊക്കെ കൂടി അവനാകെ മാറിപ്പോയിരിക്കുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നുന്ന തൃപ്തിക്കൊപ്പം തന്നെ വല്ലാത്തൊരു ജാളിത അവനെ പൊതിഞ്ഞു. ഇതുപോലൊക്കെ അവൻ ഒരുങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇതിപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയല്ലേ എന്നൊരു ചോദ്യം കൊണ്ട് മനസാക്ഷി പോലും അവനെ ലജ്ജിപ്പിച്ചു. പേഴ്സും കാറിന്റെ കീയുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന മകനെ നോക്കി അവന്റെ അമ്മച്ചി അന്തം വിട്ട് നോക്കുന്ന കൂടി കണ്ടതോടെ അവന്റെ വല്ലായ്മ ഒന്നുകൂടെ കൂടി. എന്നതാ അമ്മച്ചി? അവൻ അവരെ നോക്കി ചോദിച്ചു. എന്റെ കർത്താവേ, എനിക്കിനി ചത്താലും വേണ്ടില്ല. എന്റെ ജോക്കുട്ടിനെ നീ എനിക്ക് മനുഷ്യകോലത്തിലൊന്ന് കാണിച്ചു തന്നല്ലോ.
അവനുള്ള മറുപടി പോലെ അവൻ അമ്മച്ചി മുകളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുമ്പോൾ അവൻ അവരെ തുറിച്ചു നോക്കി. പിന്നെ അല്ലെങ്കിൽ ഞാനിവിടെ തുണിയില്ലാതില്ല നടക്കുന്നത്. ഒന്ന് പോയച്ചു വാമ്മച്ചി, ചുമ്മാ മനുഷ്യനെ വടിയാക്കാതെ. ചമ്മിനാരെ ക്ഷീണവും കലിപ്പാണിച്ച് മറച്ചു പിടിച്ചു കെറുവോടെ പറഞ്ഞിട്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അതല്ലടാ ജോക്കുട്ട, ഇപ്പൊ നിന്നെ കാണാൻ ചെത്തിയിട്ടുണ്ട്. ഏതാണ്ട് കല്യാണ ചെക്കനെ പോലെ ഒരു ചേര്. അമ്മച്ചി പുറകെ വന്ന് പറയുമ്പോൾ അവനും ചിരി വരുന്നുണ്ട്. ഞാൻ പോയച്ചും വരാം. കാറിലേക്ക് കയറിയുന്നുണ്ട്. അത് പറയുമ്പോൾ അമ്മച്ചി കൈവീശിക്കൊണ്ട് തലയാട്ടി കാണിച്ചു. റോയ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് കാർ പാർക്ക് ചെയ്യുമ്പോഴും ജോമോന്റെ കണ്ണുകൾ നാലുപാടും ചിതറിയോടിയത് അവളെ തിരഞ്ഞാണ്. ഇന്നലെ അവൾ വിളിച്ചതിൽ പിന്നെ നേരെയാവാത്ത ഹൃദയമിടിപ്പ് അതിപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു. 10 മിനിറ്റോളം കാത്തിരിക്കേണ്ടി വന്നതിന് ശേഷം ആ വിളി പിന്നിൽ നിന്ന് കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കും മുന്നേ തനിക്ക് ഹൃദയം നിലച്ചൊരു മരണം സംഭവിച്ചു പോകുമോ എന്ന് പോലും ജോമോൻ ഭയന്നുപോയി. ഹൃദ്യമായൊരു സുഗന്ധം പടർത്തിക്കൊണ്ട് പിന്നിൽ നിൽക്കുന്നവൾക്ക് നേരെ അവൻ തിരിഞ്ഞു. മഞ്ഞ നിറത്തിലൊരു സ്ലീവ്ലെസ് ടോപ്പും ജീൻസുമാണ് അവളുടെ വേഷം. വളരെ ചെറിയൊരു ബാഗ് കൊണ്ട് കയ്യിൽ കൊരുത്തിട്ടിരിക്കുന്നു. അലസമായി പാറിപ്പറക്കുന്ന മുടിയിഴകൾ. പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. അത്രയും മനോഹരിയായി മുന്നിൽ നിൽക്കുന്നവൾക്ക് എന്തോ ഒരു പൂർണ്ണതക്കുറവ്. ആർത്തിയോടെ ജോമോന്റെ കണ്ണുകൾ അവളെ തഴുകി. അവളെ സ്നേഹിച്ചിരുന്ന ആ പഴയ ജോമോനിൽ നിന്നും ഒരു ഇഞ്ച് പോലും താനിപ്പോഴും മുന്നോട്ട് പോന്നിട്ടില്ലെന്നുള്ള സത്യം അവൻ ആ നിമിഷം ദയനീയമായി മനസ്സിലാക്കി. ജോ, അവനൊന്നും മിണ്ടാ നിൽക്കുന്നുണ്ടാവും. ഒരു വട്ടം കൂടി വിളിച്ചിട്ടവൾ അവനെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു. ജോമോനൊന്നായി ഉറച്ചുപോയി അവളുടെ ആ പ്രവൃത്തിയിൽ. അവനതൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വന്നിട്ട് ഒരുപാട് നേരമായോ? ചിരിയോടാകുന്നു മാറിക്കൊണ്ട് അവൾ ആദ്യം ചോദിച്ചാൽ അതായിരുന്നു. ഇല്ല, ഒരു 5 മിനിറ്റ്. നമുക്ക് അങ്ങോട്ടിരിക്കാം. ദൂരെയുള്ള ഇരിപ്പിടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറയുമ്പോൾ അവനും തലയാട്ടി സമ്മതിച്ചു. ഇരിക്കു ജോ. പഴയ പോലെ അന്ന് അവളുടെ ജോ വിളിക്കും വല്ലാത്ത ഭംഗിയുണ്ടെന്ന് അവന് തോന്നിപ്പോയി. അവനെതിരെ അവളും ഇരുന്നു. അവിടെ ഇരുന്നാൽ വലത് സൈഡിൽ നിന്നും കടലിന്റെ മനോഹരമായ ദൃശ്യം കാണാൻ കഴിയും. തിരക്കൊഴിഞ്ഞ ആ ഏരിയ എന്തുകൊണ്ടോ ജോമോനോടും വല്ലാതെ ഇഷ്ടമായിരിക്കുന്നു. പറയിച്ചോ, എന്തൊക്കെയാ വിശേഷം? വീണ്ടും സംസാരിക്കാൻ തുടക്കമിട്ട അവൾ തന്നെയാണ്. ഇടയ്ക്കെപ്പോഴും അവൾ കയറി കൂടി അഹങ്കാരത്തിന്റെയും ചാടിയുടെയും പാത ഒഴിഞ്ഞു പോയതുപോലെ ശാന്തമായ റോയ. താൻ അവളെ പരിചയപ്പെടുന്ന കാലത്തെ, താനും അവളും സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന കാലത്തെ ആ നിഷ്കളങ്കത നിറഞ്ഞ റോയ. വീടിനെ കുറിച്ചും നാളിനെ കുറിച്ചുമൊക്കെ അവൾ ആവേശത്തിൽ ചോദിക്കുന്നുണ്ട്. അമ്മച്ചിക്കും ചാച്ചനും ജിൻസിക്കൊക്കെ എന്നോട് വെറുപ്പാവും അല്ലേ ജോ? വീട്ടിലെ വിശേഷം പറയുമ്പോൾ ജിൻസിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പറഞ്ഞപ്പോൾ കണ്ണു നിറച്ചുകൊണ്ടുള്ള ആ ചോദ്യം. അവൻ അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. കാരണം നുണ പറയുന്ന ശീലമില്ലായിരുന്നു. സത്യം പറഞ്ഞുകൊണ്ട് അവളെ വേദനിപ്പിക്കാനും തോന്നിയില്ല. എങ്കിലും അവന്റെ ആ മൗനത്തിൽ നിന്നും ആൾക്ക് വേണ്ട ഉത്തരവും കിട്ടിയിരിക്കും. അതിനെക്കുറിച്ച് പിന്നെ രണ്ടാളൊന്നും പറഞ്ഞുമില്ല. ഓർഡർ എടുക്കാൻ ആൾ വന്നപ്പോൾ, ചായ പറയട്ടെ, നീ ഇപ്പോഴും കോഫി അടിക്കില്ലല്ലോ എന്നാളോട് ജോമോൻ ചോദിക്കുമ്പോൾ റോയ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. തന്റെ ശീലങ്ങളെയും ഇഷ്ടങ്ങളെയും നീ ഇപ്പോഴും മറന്നിട്ടില്ലേ എന്നൊരർത്ഥം നീങ്ങുന്ന നോട്ടം. അവനത് മനസ്സിലായി. നിന്നോട് ചേരുന്ന ഒന്നിനെയും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ലെന്ന് അവൻ അപ്പോഴും അവളോട് പറഞ്ഞുമില്ല. റോയെ തിരിച്ചറിയുന്ന ആളുകളൊക്കെ അവൾ ആരാധനയോടെ അമ്പരപ്പോടെയും നോക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവളെ അസ്വസ്ഥമാക്കുന്ന പോലെയാണ് ജോമോനപ്പോൾ തോന്നിയത്. ഒരു കാലത്ത് കാശിനേക്കാൾ അവളെ പ്രലോഭിച്ചത് ആ ആരാധനയായിരുന്നു. ഇന്ന് അതുപോലെ അവൾക്ക് അരോചകമായി തീർന്നിരിക്കുന്നു. അതിനർത്ഥം ജോമോൻ കണ്ണുകൾ ചുരുക്കി അവളെയും നോക്കി. തിരിച്ചു പോകാൻ തിരക്കുണ്ട ജോ? ചായ കുടിച്ചുകൊണ്ടിരിക്കുക റോയ പതിയെ ചോദിച്ചു. ഇല്ലെന്ന് അതേ നിമിഷം തന്നെ ഉത്തരം കൊടുക്കുമ്പോൾ തന്റെ മനസ്സിൽ എന്താണെന്ന് അവന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആൾ വിളിച്ച സ്ഥിതിക്കൊന്ന് വരണം, വന്നു കണ്ടിട്ട് പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് പോകണം, ഇതായിരുന്നു മനസ്സിൽ. അനാവശ്യമായ ആഗ്രഹങ്ങൾ വീണ്ടും മനസ്സിൽ കുത്തിനിറച്ചിട്ട് പിന്നെ അതിന്റെ പേരിൽ നീറാൻ അവനെ കൊണ്ട് വയ്യായിരുന്നു. പക്ഷെ വന്നിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ടും നീ എന്തിന് തിരികെ വന്നു? എന്തിനെന്നെ കാണാൻ വിളിച്ചു എന്നീ ചോദ്യങ്ങൾ അപ്പോഴും പുറത്തേക്ക് വരാൻ മടിച്ചുകൊണ്ട് അവന്റെ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു. വൈകുന്നേരം 5-നാ എനിക്കുള്ള ട്രെയിന്. അതുവരെ എനിക്കൊപ്പം നിൽക്കുമോ പണ്ടത്തെ പോലെ? എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ജോയായിട്ട്. കണ്ണു നിറച്ചുകൊണ്ടുള്ള ആ ചോദ്യം അല്ല, അവളുടെ യാചന. മുന്നിരിക്കുന്നവൾക്കുള്ളിൽ തുറന്നു പറയാത്ത എന്തോ ഒരു വേദനയുണ്ടെന്ന് അവൻ ആ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മനസ്സിലായി. കരയില്ലേ, ഞാനെങ്കും പോകുന്നില്ല റോയ. നീട്ടിവെച്ച ആ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടത് പറയുമ്പോഴും നിറഞ്ഞു കണ്ട ആ കണ്ണുകൾ നൽകിയ അസ്വസ്ഥത അവനിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. തന്റെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് അതിൽ നെറ്റിമുട്ടിച്ച് വിങ്ങി കരയുന്നവൾ അവനൊരു നിമിഷം പകച്ചുപോയി. റോയ, എന്തുപറ്റി? എന്തിനാ നീ കരയുന്നേ? അവളോട് ചോദിക്കുമ്പോൾ ചോദ്യം പോലും ഇടറിയത് ഉള്ളിലുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ചിരിച്ചു. കാർമേഘമൊഴിയാത്ത ആകാശം പോലെ എന്നിട്ടും മൂടിക്കെട്ടി നിൽക്കുന്ന ആ മുഖം. എനിക്കൊരു ഇച്ചിരി ആഗ്രഹങ്ങളുണ്ട് ബാക്കി, അതുകൂടി നടത്തിയെടുക്കണം. അതിന് ഞാൻ തിരികെ വന്ന് ഒന്നെൻ്റെ കൂടെ നിൽക്കുമോ പണ്ടത്തെ പോലെ? മുഖം ചുളിച്ചുകൊണ്ടായി ചോദിക്കുമ്പോൾ അവൾക്ക് ആ പഴയ 8ാം ക്ലാസ്സുകാരിയുടെ കുറുമ്പ് നിറഞ്ഞ മുഖമാണ്.
ജോമോനെ അന്നും ഇന്നും ഇനി എന്നും കൊതിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന മുഖം. നീ പറഞ്ഞാൽ മതി, ഞാൻ കൂടെയുണ്ട് എന്ന് വാക്കുകൊടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് ആഗ്രഹങ്ങളുടെ കെട്ടഴിച്ചു തുടങ്ങിയവൾ. ബീച്ചിൽ പോകണം, കടലിൽ ഇറങ്ങി കളിക്കണം, ഏതോ ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കേണ്ട ഭക്ഷണം, അങ്ങനെ തികച്ചും സിമ്പിളായ കുറച്ചേറെ ആഗ്രഹങ്ങൾ. അവൻ അതിനൊന്നിനു പോലും എതിർപ്പ് പറഞ്ഞില്ല. ബീച്ചിൽ നിന്നായിരുന്നു തുടക്കം. ബാഗും ചെരുപ്പും മണ്ണിലിരിക്കുന്ന ജോമോന്റെ അരികിൽ ഊരി വെച്ചിട്ട് കൊച്ചുകുട്ടികളെ പോലെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നവൾ. ആൾക്കൂട്ടം ഇപ്പോഴും അവളെ തിരിച്ചറിയുന്നുള്ളതുകൊണ്ട് ബീച്ചിന്റെ വിജനമായ ഒരു ഏരിയ തന്നെയാണ് റോയെ തെരഞ്ഞെടുത്ത്. കരയിലിരുന്നു കൊണ്ട് ആ കാഴ്ച നോക്കിയിരിക്കാൻ അവനും ഇടയ്ക്ക് അവൾ അവരെയും വലിച്ചു കൊണ്ടുപോയി. വെള്ളം കോരി തേവി നനച്ചു. തിരകളെ തോൽപ്പിക്കാൻ അവന്റെ കൈ പിടിച്ചോടി. നെഞ്ചു വെട്ടിക്കീറും വിധം കുറച്ച് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് ഓടിപ്പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന് ചേർന്നവരാണെന്ന് ആർക്കും തോന്നാത്ത വിധം അവരങ്ങനെ കൈകോർത്ത് പിടിച്ച് നടന്നു. കപ്പലണ്ടി വാങ്ങി കഴിച്ചു, കളി പറഞ്ഞു, ചിരിച്ചു. ഭൂതകാലത്തെ പൂർണ്ണമായും മറന്നുപോയതുപോലെ രണ്ടുപേരിലും വല്ലാത്തൊരു ഉന്മേഷം നിറഞ്ഞു നിൽപ്പുണ്ട്. അന്ന് ദിവസത്തിന് 5 മണിയിലേക്ക് എത്താൻ വല്ലാത്ത ധൃതിയുള്ള പോലെയായിരുന്നു. റോയ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം തീർത്തുകൊണ്ട് അവർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിൽ റോയക്കൊപ്പം ഇരിക്കുമ്പോൾ വീണ്ടും തനിക്ക് ചുറ്റും ഒരു ശൂന്യത പരക്കുന്ന ജോമോൻ അറിയുന്നുണ്ട്. അവൾ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളിലൊക്കെയും അവനിൽ നിറഞ്ഞു നിന്നിരുന്ന ആ സന്തോഷവും അവനിപ്പോൾ അനുഭവപ്പെടുന്നില്ല. ഞാനെന്തിനാ തിരികെ വന്നേ, നീ എന്താ ചോദിക്കാഞ്ഞേ? നനഞ്ഞുപോയൊരു ശബ്ദത്തിൽ ബെഞ്ചിൽ വെച്ച് അവന്റെ കൈകൾ പിടിച്ചെടുത്തുകൊണ്ട് അതിൽ വിരൽ കൊരുത്ത് പിടിമുറുക്കി റോയ അവനോട് ചോദിച്ചു. എനിക്കറിയില്ല. അതിനേക്കാൾ നനഞ്ഞു കുതിരുന്ന ഒരു ഉത്തരത്തോടെ അവൻ അവളെ നോക്കാതെ മുഖം തിരിച്ചതും കലങ്ങിച്ചു വന്ന കണ്ണുകൾ അവളിൽ നിന്നും മറച്ചു പിടിക്കാനായിരുന്നു. നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? പിന്നെയുള്ള ആ ചോദ്യം ഹൃദയം നിലച്ച പോലൊരു പെടച്ചിലോടെ ജോമോൻ അവളെ നോക്കി. കണ്ണു നിറച്ച് ചിരിച്ചുകൊണ്ടുള്ള ആ ചോദ്യം. ഇനിയെങ്കിലും പറയിച്ചോ, ഇഷ്ടമായിരുന്നില്ല നിനക്കെന്നെ? വെറുതെ ഒരു ഇഷ്ടമല്ല, സൗഹൃദമല്ല, നിന്റെ ജീവനോളം ഇഷ്ടം. എൻ്റെ കൈ പിടിച്ച് നിന്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ മാത്രം വലിപ്പമുള്ളൊരു ഇഷ്ടം. നന്നേ പതിഞ്ഞു പോയിരിക്കുന്ന അവളുടെ സ്വരം. അതുവരെയും കണ്ട കളിയോ ചിരിയോ ഒന്നും ഇപ്പോൾ ആ മുഖത്തില്ല. പകരം സഹിക്കാൻ വയ്യാത്തൊരു വേദന വീങ്ങുന്നു. അതിനൊപ്പിച്ചിട്ട് ആ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നു. എൻ്റെ കർത്താവേ! ജോമോൻ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചു. തുറന്നു പറഞ്ഞില്ലെങ്കിലും അത് ഇവൾക്കും അറിയാമായിരുന്നു. എന്നിട്ടും പിന്നെന്തേ ഇവൾ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അവനും വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്. റോയ അവൻ്റെ തോളിൽ ചാരിയിരുന്നു. ആൾ അപ്പോഴും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയാണോ? എന്നുള്ള ആ ഇഷ്ടം കൊണ്ടാണോ ജോ നീ ഇപ്പോഴും ഇങ്ങനെ തനിച്ചായി പോയത്? കൂർത്ത മുള്ളുപോലെ അവിടെ ആ ചോദ്യം അവനെ കുത്തി നോവിച്ചു. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവളെ നോക്കാതെ അവൻ അതേ ഇരിപ്പ് തന്നെയാണ്. എനിക്കും അതേ ഇഷ്ടം, അത്രത്തോളം തന്നെ നിന്നോടുണ്ടായിരുന്നു ജോ. അവന് നടുക്കതിൻ്റെ വലിയൊരു ചുഴിയിലേക്ക് തള്ളി വീഴ്ത്തിക്കൊണ്ടവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. നിന്റെ പാതിയായി ജീവിക്കാൻ മാത്രം വലിപ്പമുള്ളൊരിഷ്ടം. അതിനുവേണ്ടി ഞാൻ നന്നായി പഠിച്ചു. എനിക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടപ്പാടെല്ലാം എൻ്റെ സ്നേഹം കൊണ്ടും ജീവിതം കൊണ്ടും നികത്തി തന്നെ തന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷേ നെടുവീർപ്പോടെ റോയ മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി. ഇപ്രാവശ്യം അവനും കരയുന്നുണ്ട്. ശബ്ദമില്ലേലും നെഞ്ചു വിങ്ങിക്കൊണ്ട് ആ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തൂവുന്നുണ്ട്. അത്രമാത്രം അവനെ നോവിച്ചു അവളെ ആ തുറന്നു പറച്ചിൽ. ഇടയിലെപ്പോഴും എനിക്ക് വഴിവഴിച്ചു പോയടാ. ഞാൻ എൻ്റെ ലക്ഷ്യം മറന്നു, നിന്നെ മറന്നു, നിന്നെയുള്ള എൻ്റെ പ്രണയം മറന്നു, നമ്മുടെ കുടുംബം മറന്നു, എൻ്റെ അമ്മയെപ്പോലും മറന്നു. എൻ്റെ മനസ്സിൽ സിനിമാവോ മാത്രം നിറഞ്ഞു നിന്നു. തെറ്റിൻ്റെ ആദ്യപടി അവിടെ മുതലായിരുന്നു. തിരുത്തി വരുന്നവരെല്ലാം എനിക്ക് ശത്രുക്കളായി. അത്രത്തോളം സ്നേഹിക്കുന്ന നീ അടക്കം. കാശ്, പ്രശസ്തി, ഇതൊക്കെ മാത്രം എൻ്റെ തലക്കുള്ളിൽ നിറഞ്ഞിട്ട് എൻ്റെ വിവേകത്തെ നശിപ്പിച്ചുകൊണ്ട് സിനിമാമോഹം തിങ്ങി വളർന്നു. അതിനുവേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും ഞാൻ എത്തിച്ചേർന്നു. ആ ടെലിഫിലിമിൽ നിന്നുള്ള തുടക്കം, അതിന് കിട്ടിയ അംഗീകാരത്തിന് തിളക്കം അതിൻ്റെ കണ്ണ് മഞ്ഞളിപ്പിച്ചു. ഒരു തുടക്കക്കാരി കിട്ടാവുന്ന ഏറ്റവും വലിയ സാലറി, പിന്നെ അവിടെ തന്നെ അടുത്ത സിനിമയിൽ നിന്ന് കിട്ടിയ റോള്, എല്ലാം കൊണ്ടും എങ്ങനെ അവിടെ എത്തിപ്പെടാമെന്ന് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനുവേണ്ടിയുള്ള വഴികളായിരുന്നു ഞാനും തേടിയതൊക്കെ. സിനിമാ ലോകം അതിന് ചുറ്റും എന്നെ ആവാഹിച്ച് നിർത്തിയ പോലെയായി എൻ്റെ അവസ്ഥ. ഞാൻ ചുറ്റുള്ളെല്ലാം മറന്നു, അതിൽ മാത്രം ലയിച്ചു. ഒടുവിൽ ഞാൻ ആ വെള്ളി വെളിച്ചത്തിൽ എത്തിപ്പെടുക തന്നെ ചെയ്തു. അതിനെ നിരാശപ്പെടുത്തിയില്ല. കൈ നിറയെ സിനിമകൾ, ആ ലോകം എന്നെ വിടാതെ പിടിച്ചു വെച്ച പോലെ. ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്കുള്ള യാത്ര, ലഹരിയോടെ ഞാനത് ആസ്വദിച്ചു. കൈ നിറയെ പണം, ആരാധകർ, വെളിപ്പുറത്തെത്തുന്ന ആളുകൾ, എല്ലാം കൊണ്ട് ഒരു സ്വപ്നലോകത്ത് എത്തിച്ചേർന്ന പോലെ ഫീൽ. ഞാനതിൽ മതിമറന്നുപോയി. അതിനൊപ്പം ആരൊക്കെ ഒഴിച്ചു നൽകുന്ന ലഹരി കൂടെ ആയപ്പോൾ പൂർണ്ണമായും ഞാൻ അവർക്ക് പിടിയിലായി. മദ്യവും മയക്കുമരുന്നും എൻ്റെ വെളിപ്പുറത്തെത്തി. ഞാനതിന് അടിമയായി മാറി. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങി. മൂല്യമുള്ള പലരും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറിവിൽ ഫലമായി പിടിച്ചു വാങ്ങി. പലർക്കും മനസ്സോടെ അല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ എന്നെ കൊടുക്കേണ്ട ഗതികേട് വന്നെത്തി. അപ്പോഴാ
വന്നു ചാടിയ കുഴിയുടെ ആഴവും ചതിയും മനസ്സിലായത്. തിരിച്ചു കയറാൻ കഴിയാത്ത വിധം ഞാനവിടെ പെട്ടുപോയി. നീ പറഞ്ഞ പോലെ, ഓർമ്മിപ്പിച്ച പോലെ, ഒറ്റയ്ക്കുള്ളൊരു പെൺകുട്ടി ഒരിക്കലും പറ്റിയ ഏരിയ അല്ല ജോ സിനിമ ഫീൽഡ്. പക്ഷേ എനിക്കത് തിരിച്ചറിയെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നു. കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ അവരിൽ കൂടുതൽ ബലം പിടിച്ചു, കൂടുതൽ ലോക്കാക്കി. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് തന്നെയായിരുന്നു എൻ്റെ ദുർബലതയും അവരുടെ ശക്തിയും. റോയ വിങ്ങിക്കൊണ്ട് പറയുമ്പോൾ, ഞാനുണ്ടായിരുന്നില്ലേടി ഇവിടെ, ഒന്നിങ്ങോട്ട് വന്നിട്ട് എന്നെ കണ്ടിട്ട് പറയേണ്ടേ നീ ഇതൊക്കെ എന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിൽ അങ്ങനെ തിളച്ചു മറിഞ്ഞു. കൂടെയുള്ളവർക്കെല്ലാം എൻ്റെ കാശു എന്നെ കൂട്ടിക്കൊടുത്തിട്ടുന്ന അവസരങ്ങൾ മാത്രം മതിയായിരുന്നു ജോ. നിന്നെ വിട്ടുപോയാൽ പിന്നെയാണ് ഞാൻ ഈ ലോകത്തിൻ്റെ കപടത്തെ ശരിക്കും തിരിച്ചറിഞ്ഞു, സ്നേഹത്തിൻ്റെ മൂല്യം അറിഞ്ഞ്. എൻ്റെ അമ്മ മരിച്ചറിഞ്ഞിട്ട് പോലും അവരെന്നെ വിട്ടില്ല. അന്നൊക്കെ ഞാൻ അനുഭവിച്ച ടെൻഷൻ, സങ്കടം അതൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. മമ്മയുടെ മരണത്തിന് ശേഷം നാട്ടിലെ അവസാന ബന്ധം വേർപ്പെടുത്തിക്കൊണ്ട് ചെല്ലാനായിരുന്നു എൻ്റെ കൂടെയുള്ള ഒരു ഉത്തരവ്. അതുപോലെ ചെയ്തില്ലെങ്കിൽ നിന്നെ അവർ അപകടപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മുന്നിൽ വേറെ വഴിയിലായിരുന്നു ജോ. അവർക്കെന്നെ പ്രതികരണമില്ലാത്തൊരു പാവയാക്കി കിട്ടണമായിരുന്നു. നിന്നെക്കുറിച്ചും നീ റോയ ജോസഫിൻ്റെ പ്രാണനാണെന്നതിനെക്കുറിച്ചും അവരെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. നിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരിനി എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ബാക്കിയൊന്നുമില്ല. അവളുടെ ശബ്ദം ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ പെരുമഴയിൽ തിറങ്ങി നിന്ന പോലെ വിറച്ചുപോയി. ഒരിക്കലും നിന്നെ ഒരുപാട് നോവിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. എനിക്കറിയാതല്ല, അതിനെ അതിജീവിക്കാൻ നീ എത്ര ബുദ്ധിമുട്ടി കാണുന്നു. വീണ്ടും നിനക്കൊരു നോവിന് കാരണം വയ്യാത്തതുകൊണ്ട് ഞാനതെല്ലാം സഹിച്ചു. അവരെന്നെ ഇരയെ ചൂണ്ടയിൽ കുരുക്കിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുത്തു. രക്ഷപ്പെട്ടു പോരണമെന്ന് ആഗ്രഹിച്ചാലും പിന്നെ അതിന് പറ്റാത്ത അവസ്ഥയിൽ ഈ കഴിഞ്ഞു പോയ വർഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിക്കൊണ്ടവൾ മുഖം പൊതിഞ്ഞു പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ സഹിക്കാൻ വയ്യാത്ത നോവോടെ ജോമോനും കരയുകയാണ്. എങ്കിലും ഒരു കൈ കൊണ്ട് അവനോട് ചേർത്ത് പിടിച്ചു. അറിയാമായിരുന്നു ഇതുപോലൊരു കഥ അവൾക്ക് തീർച്ചയായിട്ടും പറയാനുണ്ടാവുമെന്ന്. റോയ ജോസഫിനെ കുറിച്ച് കേട്ട കഥകൾ കുറച്ചൊന്നുമല്ലല്ലോ, അതിലേറെയും സത്യങ്ങൾ തന്നെയാണെന്ന് അവൾ നേരിട്ട് പറയുമ്പോൾ അവനൊന്ന് വല്ലാത്തൊരു പൊള്ളനാളും നൽകിയത്. കുറച്ചേറെ നിമിഷങ്ങൾക്ക് ശേഷമാണ് ആൾക്ക് പിന്നെയും സംസാരിച്ചു തുടങ്ങുന്ന പരുവത്തിലായത്. അപ്പോഴും ആ കണ്ണുമുഖം ചുവന്ന് വിങ്ങിക്കിടന്നു. വെള്ളിത്തിരയിലെ വെള്ളി വെളിച്ചത്തിന്റെ പിന്നിൽ അപകടം, അതിനെക്കുറിച്ച് ആദ്യം നീയാണ് എന്നോട് പറഞ്ഞു വെച്ചോ. കിട്ടുന്ന പണത്തിനും പദവികൾക്കും അപ്പുറം മനുഷ്യ മനസ്സിനോ ബന്ധങ്ങൾക്കോ വേദനകൾക്കോ പലപ്പോഴും അവിടെ യാതൊരു സ്ഥാനവുമില്ലടാ. അന്നെനിക്കത് മനസ്സിലായില്ല. എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കിയതിന് മുമ്പിൽ അന്തസ്സോടെ വന്നിന്ന് ഇഷ്ടം പറഞ്ഞ് മാസ് കാണിക്കണമെന്നായിരുന്നു പോയ ഉടനെ അന്നൊക്കെ എൻ്റെ മനസ്സിൽ. ഉള്ളതുപോലെ പറഞ്ഞ നീ സമ്മതിച്ചില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അന്ന് എൻ്റെ ഇഷ്ടം മറച്ചു പിടിച്ച് എന്നെ വിട്ടുപോകാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞ് ക്ഷമിച്ചേക്കണേ കേട്ടോടാ ജോ. കുഞ്ഞു പിള്ളേരെ പോലെ മുഖം ചുളിച്ചുകൊണ്ടുള്ള ആ പറച്ചിൽ അവൻ ആ അവസ്ഥയിലും ചിരി വന്നുപോയി. ഇല്ലടി, ഞാനതൊക്കെ അന്നേ വിട്ടുകളഞ്ഞ. തലേന്ന് രാത്രി പോലും ആ വാക്കുകളോർത്തി വേദനിച്ചു നേറിയതൊന്നും അവനപ്പോൾ ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ആദ്യ സിനിമ, അതിലെ സൈഡ് റോള്, അത് വിജയിച്ച ശേഷം പിന്നെ അവിടെ തന്നെ സിനിമയിലെ നായികാവേഷം കൂടി കിട്ടിയതോടെ, അതോടൊപ്പം തന്നെ പിന്നെയും 3-4 നല്ല ഓഫർ കൂടി കിട്ടിയതോടെ അതെല്ലാം പിന്നെ ഞാൻ മറന്നു. കൈ നിറയെ കാശും ചുറ്റിനും ആളും ആരാധന നിറഞ്ഞ നോട്ടവും വിളിയും. ജീവിതം ആസ്വദിക്കാൻ തന്നെയായിരുന്നു പിന്നെ എൻ്റെ തീരുമാനം. നിന്നിലേക്ക് തിരികെ വന്നാൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. കിട്ടിക്കൊണ്ടിരിക്കുന്നൊന്നും പിന്നെ തിരിച്ചിട്ടില്ലെന്നൊക്കെ സ്വാർത്ഥമായി ചിന്തിച്ചു തുടങ്ങി. പതിയെ ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. എന്നിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. എനിക്ക് വേണ്ടി സ്വന്തം സ്വപ്നം പോലും മറന്നുകൊണ്ട് കിട്ടുന്ന ജോലിക്ക് പോയി കാശുണ്ടാക്കി എൻ്റെ കുടുംബം കൂടി പോറ്റുന്നത് നിന്നെ മറന്നുപോയി. തെറ്റായിരുന്നു ജോ. അതായിരുന്നു ഞാൻ ഈ ഭൂമിയിൽ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റ്. വീണ്ടും റോയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി. ജോമോനൊന്നും പറയാനില്ലാത്ത പോലെ മുഖം കുനിച്ചിരുന്നു. രണ്ടുപേർക്ക് ഒരുപോലെ ശ്വാസം മുട്ടുന്നുണ്ട്. സത്യത്തിൽ സ്നേഹിക്കാൻ ആരുമില്ലാത്തവരാ ജോ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടവര്. ജീവനെ പോലെ സ്നേഹിക്കാൻ ഒരാളുണ്ടായിട്ടും അത് കാണാതെ പോയവരാ എന്നെപ്പോലെ ഭാഗ്യം കിട്ടവര്, വിട്ടികള്. വീണ്ടും അവൾ അവൻ്റെ തോളിൽ ചാരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും. ചെറുതായി പൊടിഞ്ഞുടങ്ങിയ മഴത്തുള്ളികൾക്കിടയിൽ മനോഹരമായൊരു ചിത്രം പോലെ അവരങ്ങനെ ചേർന്നിരുന്നു. നിനക്കിപ്പോഴും എന്നോട് ആ പഴയ ഇഷ്ടമുണ്ടോ ജോ? കണ്ണിലേക്ക് നോക്കിക്കൊണ്ടുള്ള ആ ചോദ്യം. ഉണ്ടെങ്കിൽ ഒന്നാഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് കുസൃതിയോടെയുള്ള അവൻ്റെ മറു ചോദ്യം. ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞ പോലെ അവളോ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. പറയൂ, ഉണ്ടെങ്കിൽ നീ എന്നെ വിട്ടുപോകാതിരിക്കുമോ? ആർദ്രമായ അവൻ്റെ ചോദ്യം. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടവൾ അവനെ നോക്കിയില്ലെന്ന് തലയാട്ടി. കഴിഞ്ഞു പോയതെല്ലാം നീ വിട്ടേക്ക് റോയ. അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. നിനക്കൊരു തെറ്റുപറ്റി, നീ അതിനോട് തുറന്നു പറയുകയും ചെയ്തു. അത് ക്ഷമിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടൊരു കാര്യം. അതുകൊണ്ട് കഴിഞ്ഞു പോയതെല്ലാം ഒരു സ്വപ്നം പോലെ വിട്ടുകളഞ്ഞേക്ക്. നിന്റെ കൂടെ ആകുമ്പോൾ മാത്രം സന്തോഷം തോന്നുന്നൊരു ഞാനുണ്ട്. എനിക്കത് മതി. എനിക്കുണ്ടായിരുന്ന അതേ ഇഷ്ടം അത് നിനക്ക് എന്നോടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, എനിക്ക് അത് മതി റോയ. പഴയതിനേക്കാൾ ഇഷ്ടം എനിക്കിപ്പോഴാണ് നിന്നോട് തോന്നുന്നു. ഇനിയുള്ള കാലം ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കാതെ
നെഞ്ചിൽ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചോളാം ഞാൻ. പോവാതിരുന്ന് ഓടിയടി നിനക്ക്. കണ്ണു നിറച്ചുകൊണ്ടുള്ള അവന്റെ ആ ചോദ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് റോയ് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെയും. അവർക്കിടയിലേക്ക് ട്രെയിൻ ഒരു ചൂളം വിളിയോടെ വന്നു നിന്നു. റോയെ പിടച്ചിലോടെ അവനെ നോക്കി. എനിക്ക് പോണഞ്ചോ. ദുർബലമായ ശബ്ദത്തിൽ അവർ ബാഗ് തുറന്നുകൊണ്ടൊരു പേപ്പർ അവന്റെ നേരെ നീട്ടി. വാങ്ങിക്കോ. പാലിച്ചു നോക്കുന്ന അവനോട് പറയുമ്പോഴും അവൾ കരയുകയാണ്. ആ ശബ്ദം പോലും അടഞ്ഞിരിക്കുന്നു. റോയുടെ പേരെഴുതി ചേർത്ത മെഡിക്കൽ റിപ്പോർട്ടാണത്. അതിന്റെ ഏറ്റവും മുകളിൽ എഴുതി ചേർത്ത ആ വാക്കുകൾ HIV പോസിറ്റീവ്. തല ചുറ്റിയതുപോലെ ജോമോൻ പിന്നിലേക്ക് തലയായിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് തളർന്നു കിടന്നു. എന്നിട്ട് അവന്റെ കവിളിൽ കൂടി കണ്ണുനീര് ഒഴുകിയിറങ്ങി. ആ മെഡിക്കൽ റിപ്പോർട്ട് പിടിച്ച് അവന്റെ കൈകൾ വിറച്ചു. ശിക്ഷയാണ് ജോ, നിന്നെയും നിന്റെ സ്നേഹത്തെയും തിരിച്ചറിയാതെ പോയവൾ കിട്ടിയ ശിക്ഷ. അവൾ ആ പേപ്പർ ബലമായി വാങ്ങി തിരികെ ബാഗിലേക്ക് ഇട്ടു. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണെന്ന് തിയറി വെച്ചിട്ട് സിനിമയെന്ന കടലിലേക്ക് എടുത്തിയാടി എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. എന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചവരിൽ ആരോ ഒരാൾ എനിക്ക് പകരുന്ന ഈ രോഗം ഇപ്പോൾ എൻ്റെ ജീവനെടുക്കാൻ പാത്തിന് വളർന്നു കഴിഞ്ഞോ. ഇനി എനിക്കൊരു രക്ഷയില്ല. ഞാനുണ്ടാക്കിയ കോടികൾക്കൊന്നും ഇനി എന്നെ ഈ മാറാരോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനും കഴിയില്ല. മരിക്കാൻ എനിക്കൊരു പേടിയില്ല ജോ. ഇങ്ങനെ നേരി ജീവിക്കുന്നതിൽ എത്രയോ ഭേദം മരണം തന്നെയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ട് എത്രയോ നാളായി. ചിലപ്പോൾ എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ ദൈവം അറിഞ്ഞില്ലെങ്കിതാവും ഈ രോഗം പോലും. കണ്ണീരോടച്ചുകൊണ്ട് അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ശേഷം എഴുന്നേറ്റ് ബാഗ് തോളിൽ തൂക്കി. അവൾ പോവുകയാണ് എന്നൊരു വെപ്രാളത്തോടെ ജോമോൻ ചാടി എഴുന്നേറ്റുകൊണ്ട് അവളെ തുറിച്ചു നോക്കി. നിന്നെ കാണാതെ നിന്നോട് മാപ്പ് പറയാതെ മരിച്ചു പോയാൽ പോലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ജോ. മോക്ഷം ഉണ്ടാവില്ല. അത്രയും വലിയൊരു തെറ്റാ ഞാൻ നിന്നോട് ചെയ്ത്. നേരത്തെ ഒരു ചിരിയോടെ പറയുന്നവൾ അവനെ നെഞ്ച് കടഞ്ഞു. ആ ചിരി കണ്ടപ്പോൾ നിന്നെ വിളിക്കുമ്പോൾ പോലും നീ വരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല ജോ. ഭയമായിരുന്നു എനിക്ക് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ. ഇത്രയും നാളിങ്ങനെ തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായിട്ടും നിന്റെ മുന്നിലേക്ക് വരാൻ കഴിയാതെ എന്നെ തടഞ്ഞു നിർത്തിയത് ആ ഭയമായിരുന്നു. പക്ഷേ സ്നേഹം കൊണ്ട് നീ പിന്നെ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ജോ. വീണ്ടും അവൾ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. തിരിച്ചവളെ ചേർത്ത് പിടിക്കാൻ പോലും കഴിയാതെ നിസ്സായതോടെ ജോമോൻ തളർന്നു നിന്നു. അപ്പോഴേക്കും ട്രെയിൻ പുറപ്പെടാനായെന്നുള്ള അറിയിപ്പ് കേട്ടു. മറന്നളഞ്ഞേക്കണം ജോ. ഇനിയെല്ലാം നിന്റെ ഓർമ്മയിൽ പോലും കടന്നു വരാൻ യോഗ്യതയില്ലാത്തവളാ ഈ റോയ ജോസഫ്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. 1-2 മാസങ്ങൾ കൂടിയാവും ചിലപ്പോൾ ഇനി എനിക്കുള്ള ആയുസ്. വല്ലാത്തൊരു വിങ്ങിലോട് അവന്റെ കവിളിലൊന്ന് തഴുകി ആ കൈകൾ പിടിച്ചു കൊടുത്തുകൊണ്ട് അതിലൊന്ന് ഉമ്മ വെച്ചവൾ പറയുമ്പോൾ അവനൊന്ന് വിറച്ചുപോയി. ഇനിയുള്ള ആയുസ് അതെനിക്ക് തന്നൂടെ? എൻ്റെ കൂടെ എൻ്റെതായി ജീവിച്ചൂടെ റോയ? അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവന്റെ ആവശ്യം. പൊട്ടിപ്പിളർന്ന് കരഞ്ഞുകൊണ്ടവൾ അവന്റെ കാൽ കീഴിലേക്ക് ഇരുന്നു. റോയ. അതേ നിമിഷം തന്നെ ജോമോൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സാധാവം കൊണ്ട് നല്ലടി. എനിക്ക് അത്രയും ഇഷ്ടമുണ്ടായിട്ടാ. ഇപ്പോഴും ഇത്രയൊക്കെയായിട്ടും എനിക്ക് മറക്കാൻ പറ്റായിട്ടാ. പ്ലീസ് പോവാതിരുന്നൂടെ? ഈ ലോകത്തിൽ എവിടെ കൊണ്ടുപോയാണെങ്കിലും ഞാൻ നിന്നെ ചികിത്സിപ്പിക്കാം. ഇതെല്ലാം മാറും റോയ. ഞാൻ നോക്കിക്കൊള്ളാണ്ടി. ഒരവസരം കൂടി നീ എനിക്ക് താ പ്ലീസ്. ഭ്രാന്ത് പിടിച്ച പോലെ അവനോളെ പിടിച്ചു വിളിച്ചു. എന്നെ വിട്ടേച്ചോ. ഞാൻ കൊള്ളില്ല. നിന്റെ ജീവിതം കൂടി നശിക്കിച്ചോ. അങ്ങനെ ഒരു പാപം കൂടി എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്. കരച്ചിലോടെ തന്നെ അവൾ അവന്റെ കൈകൾ കുടഞ്ഞു മാറ്റി. ജോമോൻ നിസ്സായതോടെ അവളെ നോക്കി. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വേദനയും തന്നുകൊണ്ട് ഇവൾ വിട്ടുപോയതിന്റെ വിങ്ങൽ അതിപ്പോഴും അങ്ങനെ തന്നെ, അന്നത്തെ അതേ തീവ്രതയോടെ തന്നെ നെഞ്ചിൽ ഭദ്രമായുണ്ട്. അതുപോലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പോലും വിട്ടുപോയിട്ടില്ല. ഇനിയും ഒരു വിടവാങ്ങൽ. അതും ഒരിക്കലും അവൾ തന്നെ സ്നേഹിച്ചിരുന്നു, തന്നിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആ പോക്ക്. മരണം വരെയും തനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ലെന്ന് കൂടി അവൻ ആ നിമിഷം ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഈ ജന്മം ഇങ്ങനെ പോട്ടേച്ചോ. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് നിന്റെ സ്നേഹം അനുഭവിക്കാനും നിന്റെ കൂടെ ജീവിക്കാനും എനിക്ക് ഭാഗ്യമില്ലാതെ പോയി. അടുത്ത ജന്മത്തിൽ എനിക്ക് ഇതുപോലെ നിന്റെ കൂട്ടുകാരിയായിട്ട് ജനിക്കണം. ഈ ജന്മം തരാൻ കഴിയാത്ത സ്നേഹം മുഴുവൻ അന്ന് എനിക്ക് തന്നു തീർക്കണം. സ്വർഗം തന്നെ ഓഫർ ചെയ്തുകൊണ്ടൊന്ന് വിളിച്ചാലും നിന്നെ വിട്ടുവരുന്നില്ലെന്ന് എനിക്ക് വാശി പിടിക്കണം. റോയൊന്ന് ശ്വാസമെടുത്തു. ഇതിലൊന്നും കുരുങ്ങി കിടക്കരുത് നീ. ഇത് ഇവിടെ തന്നെ വിട്ടിളഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് തിരികെ പോവാൻ. നീ എനിക്ക് വേണ്ടി വേദനിക്കുന്നത് എൻ്റെ ആത്മാവിന് പോലും സമാധാനം കിട്ടില്ല. നല്ലൊരാളെ കൂട്ടിന് തേടി നോക്കണം. കണ്ടുകിട്ടിയാൽ കല്യാണം കഴിക്കണം. സന്തോഷമായി തന്നെ ജീവിക്കണം ജോ. ഇനിയിപ്പോൾ അത് മാത്രം എൻ്റെ ആഗ്രഹം. നീ സന്തോഷമായിട്ടിരിക്കണം. തെറ്റേത് ഞാനാ. അപ്പോൾ അതിനുള്ള ശിക്ഷ എനിക്ക് മതി. അന്നും ഇന്നും എന്നും നീ മാത്രമേ ശരി. നിനക്ക് അതിൻ്റെ വലിയൊരു ശിക്ഷ വേണ്ട. അതെനിക്ക് സങ്കടമാണ്. അതൊന്നും അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ജോ. എൻ്റെ തെറ്റ്. അത്രയും പറഞ്ഞുകൊണ്ടവൾ ട്രെയിനിന് നേരെ നോക്കി. തടയാൻ കഴിയാത്ത പിടച്ചിലോടെ അവൻ അവളെയും. നന്ദി ജോ. മരിക്കും മുന്നേ ഒരു വട്ടം കൂടി നമ്മൾ തിരികെ തന്നേന്.
മരണത്തിൻ്റെ വേദന വന്നെന്നെ കീഴടക്കി കളയുമ്പോൾ പോലും സന്തോഷം തോന്നാൻ പാത്തിന് കുറച്ച് നിമിഷങ്ങൾ തന്നതിന് സത്യത്തിൽ ഇതിനൊന്നിനു പോലും ഞാൻ അറിയില്ല. എന്നിട്ടും നീ വന്നില്ല ജോ. അവൾ ആ ട്രെയിനിന് നേരെ നടന്നു. യാന്ത്രികമായി കൊണ്ട് തന്നെ അവന് പോവാണ്. ഇനി എന്നെ കാത്തിരിക്കരുത്. ഞാനിനി തിരികെ വരില്ല. മരണത്തിലേക്കാണ് എൻ്റെ യാത്ര. എനിക്കെൻ്റെ മരണത്തെ ഇപ്പോൾ വളരെ അടുത്ത് കാണാം. അതെന്നെ ലക്ഷ്യം വെച്ച് ഓടി വരുന്നുണ്ട്. ഈ ലോകത്തിൽ ഏതൊന്നിനും ഇനി എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഒരു യാത്രാ മൊഴിമോലെ പറഞ്ഞുകൊണ്ട് അവൾ ആ ഒരു നേരെ കൈവീശി. അപ്പോഴേക്കും ട്രെയിൻ ചലിച്ചു തുടങ്ങി. രണ്ടുപേരും കരയുന്നുണ്ട്. വിഷമിക്കരുത്. മരിക്കുന്ന നിമിഷം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും. എൻ്റെ പേരിലുള്ളതല്ല ഞാൻ നിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടെങ്കിലും എനിക്കത് കൈമാറ്റം ചെയ്യാൻ വേറെ ആരുമില്ല. എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ ജോ. നിനക്ക് വേണ്ടി ചെയ്യാൻ എൻ്റെ കയ്യിലിപ്പോൾ അത് മാത്രമേ ബാക്കിയുള്ളൂ. പതിയെ ചലിച്ചു തുടങ്ങിയ ട്രെയിൻ അതിനൊപ്പം ജോമോനും നടക്കുകയാണ്. ജോ വിട്ടുമാറിപ്പോ, നീ വീണു പോവും. വേഗത കൂടിയിട്ടും അവൻ ഓടി തുടങ്ങിയപ്പോൾ റോയെ കരഞ്ഞുകൊണ്ട് തന്നെ അവനോട് അപേക്ഷിച്ചു. ജോ പ്ലീസ് കൈയെടുക്കടാ. അവൾ ബലമായി തന്നെ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഐ ലവ് യു ജോ പറഞ്ഞു കഴിഞ്ഞത് അവൻ മുറുകെ പിടിച്ച കൈകൾ അവൾ അഴിച്ചു മാറ്റി. സാമാന്യ സ്പീഡിൽ ഓടിമറയുന്ന ആ ട്രെയിൻ അതിനിയുള്ള തന്റെ ജീവിതത്തിന്റെ സ്വസ്ഥയും കൂടി കൈവശപ്പെടുത്തിക്കൊണ്ടാണ് ആ ഓടിപ്പോകുന്നതെന്ന് തോന്നിയവന് സഹിക്കാൻ കഴിയാത്ത വേദനയോടെ നിറഞ്ഞു തുടങ്ങിയ കണ്ണോടെ അവൻ അങ്ങനെ നോക്കി നിന്നു. കണ്ണിൽ നിന്നും മറയും വരെയും കൈവീശിക്കൊണ്ട് അവളും വരരുതായിരുന്നു നീ, കാണരുതായിരുന്നു നീ എന്നെ, പറയരുതായിരുന്നു അന്നെന്നെ നീയും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ളത്, തരരുതായിരുന്നു നീ എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ഒരിക്കൽ കൂടി, മോഹിപ്പിക്കരുതായിരുന്നു നീ പിന്നെയും എന്നെ. അവനിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീണുകൊണ്ടിരുന്നു. ദൂരെ ഒരു പൊട്ടുപോലെ മാഞ്ഞുപോയ ട്രെയിൻ നോക്കി അവനപ്പോൾ പതിയെ പറയുന്നുണ്ട്. ഒരിക്കൽ നീ തന്നിട്ട് പോയ വേദനകൾ തന്നെ എനിക്കൊന്നും മറക്കാൻ പറ്റിയിട്ടില്ല റോയ. ഞാൻ ഇനിയെങ്ങനെ ഇതിനൊക്കെ അതിജീവിക്കും റോയ. നിറഞ്ഞ കണ്ണുകൾ തുടക്കാൻ കൂടി ശക്തിയില്ലാത്ത വിധം അവൻ അങ്ങനെ തന്നെ തറഞ്ഞു നിന്നു. മരണത്തിലേക്കാണ് എൻ്റെ യാത്ര. കാത്തിരിക്കരുത് നീ എന്നെ. കൂട്ടിന് പറ്റിയ ഒരാളെ കിട്ടിയാൽ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കണം. എനിക്കതാ സന്തോഷം. ഏറ്റവും ഒടുവിൽ അവൾ ആ പറഞ്ഞിട്ട് പോയ വാക്കുകൾ അവന് ചുറ്റും അങ്ങനെ വട്ടം കറങ്ങി. മറ്റൊരാൾക്കും വായിക്കാൻ കഴിയാത്ത വിധം നീ എൻ്റെ ഹൃദയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു റോയ. അവിടെ ഞാനിനി എങ്ങനെ മറ്റൊരാളെ കൈപ്പിടിച്ച് കയറ്റും? അതിനെനിക്കാവില്ല. ഇനി ഒട്ടും പറ്റില്ലല്ലോ. കാരണം എന്തെങ്കിലും അവൾ തന്നെ സ്നേഹിച്ചിരുന്നോ എന്നൊരു ചോദ്യം. റോയെ വിട്ടുപോയതിൽ പിന്നെ 1000 പ്രാവശ്യം സ്വയം ചോദിച്ചു നോക്കിയ ആ ചോദ്യം, അതിനി ഉത്തരവുണ്ട്. അതവളായിട്ട് തന്നെ പറഞ്ഞു തന്നു. ജോ സ്നേഹിച്ച പോലെ തന്നെ ജോയെ അവളും സ്നേഹിച്ചിരുന്നെന്ന്, അവനോടൊപ്പം ഒരു ജീവിതം കൊതിച്ചു പോയിരുന്നെന്ന്. അവനൊന്ന് ആർത്ത് കരയാൻ അതിയായ ആഗ്രഹം തോന്നി. എൻ്റെ ആത്മാവ് കൂടിയല്ലേ നീ കൊണ്ടുപോയത്? ഭ്രാന്ത് പിടിച്ച പോലെ പിറിവിറുത്തുകൊണ്ട് അവൻ വീണ്ടും ആ ട്രെയിൻ ഓടിപ്പോയ വഴിയെ നോക്കി അങ്ങനെ തന്നെ നിന്നു. ഇനിയും അവളെ ഓർത്തുകൊണ്ട് അതിജീവിക്കേണ്ടി വരുന്ന അതികഠിനമായൊരു നോവിനെ അപ്പോൾ മുതൽ അവന്റെ ഹൃദയം സ്വീകരിച്ച് തുടങ്ങിയിരുന്നു. സ്നേഹിച്ച് പിരിഞ്ഞവരാരും യാദൃശികമായി പോലും വീണ്ടും പരസ്പരം കാണാതിരിക്കട്ടെ. കാരണം കാണുന്നതിലെ സന്തോഷത്തിനേക്കാൾ 1000 ഇരട്ടി വേദനയാണ്, വിങ്ങലാണ് കണ്ടിട്ട് പിരിയേണ്ടി വരുന്ന ആ നിമിഷം നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അതിന് വല്ലാത്തൊരു നോവാണ് അല്ലേ ഗൈസ്? ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.